ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ റീസെന്റ് ആയി റിലീസായ എസ് ലൈൻ എന്ന ഒരു മിസ്റ്ററി ത്രില്ലർ കെ ഡ്രാമയുടെ കഥയാണ്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ഷിന്നിനെ കാണിച്ചുകൊണ്ടാണ്. ഷിൻ രാവിലെ തന്നെ ഭയങ്കരമായ ഹോണടി ശബ്ദം കേട്ട് വളരെ ഇറിറ്റേറ്റഡ് ആയി ഉറക്കെണിക്കാണ്. ഷിൻ അങ്ങനെ എഴുന്നേറ്റ് അവളുടെ അപ്പാർട്ട്മെന്റിന്റെ അകത്ത് ഇങ്ങനെ നടന്നു വരുന്ന ഒരു സമയം തന്നെ അപ്പാർട്ട്മെന്റിനകത്ത് അങ്ങനെ പെട്ടെന്നൊന്നും അടിക്കാതിരിക്കാനായി ഭയങ്കരമായി ജനാലയൊക്കെ തന്നെ മറച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എങ്കിലും ചെറിയൊരു ഹോൾ അവിടെ ഉണ്ട്. ആ ഹോൾ വഴി അവളിൽ എന്ത് ശബ്ദം എന്നറിയാനായി പുറത്തേക്ക് എത്തി നോക്കുമ്പോൾ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ കാണാം. ആ സ്കൂൾ വിദ്യാർത്ഥിനിയോട് കാറിൽ വന്ന് കയറാനായി പറഞ്ഞ മറ്റൊരു കാർ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ ഈ പെൺകുട്ടി ആ കാറിൽ കയറാതെ മുന്നോട്ട് നടക്കുന്നു. ഈ കാർ സ്വല്പം ദൂരം ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി കയറുന്നില്ല എന്ന് കാണുമ്പോൾ അതും ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ തലയിൽ ഒരു റെഡ് സ്ട്രിങ് പോകുന്നത് നമുക്ക് കാണാം, ഒരു റെഡ് ലൈൻ. പക്ഷെ ആ കാർ ഓടിക്കുന്ന വ്യക്തിയുടെ തലയുടെ അവിടെ നിന്ന് കുറെ റെഡ് ലൈൻസ് പോകുന്നുണ്ട്. ഇത് അവിടെയുള്ള ഒരു അപ്പാർട്ട്മെന്റിലെ ബാൽക്കണിയിൽ നിന്നൊരു ലേഡി ഷിന്നിനെ നോക്കുന്നുണ്ടായിരുന്നു. ആ ലേഡിയുടെ തലയിൽ നിന്ന് ഒരു 5-6 ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ആ ലേഡി ഷിന്നിനെ കണ്ട് ഹായ് എന്ന് പറയുമ്പോഴേക്കും ഷിൻ അത് മൈൻഡ് ചെയ്യാതെ വേഗം അവിടെ നിന്ന് മാറിപ്പോകുന്നു. എന്താണ് ഈ റെഡ് ലൈൻ എന്നറിയാവോ? നിങ്ങളുടെ തലയുടെ മുകളിൽ ഒരു റെഡ് ലൈൻ ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആരോ ഒരാളുമായി ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഒന്നിൽ കൂടുതൽ റെഡ് ലൈൻ ഉണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടായിരുന്നു. എത്ര റെഡ് ലൈൻ ഉണ്ടോ അത്രയും തവണ നിങ്ങൾക്ക് മറ്റൊരാളുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം. ആക്ച്വലി ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒന്നും ഈ റെഡ് ലൈൻസ് കാണാൻ സാധിക്കില്ല. പക്ഷെ ഷിന്നിന് അവളുടെ കുട്ടിക്കാലം മുതലേ മറ്റുള്ളവരുടെ തലയിൽ കൂടി പോകുന്ന ഈ ഒരു റെഡ് ലൈൻ കാണാൻ സാധിക്കും. സാധാരണ ആളുകൾക്ക് അത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്തൊന്നും ഇവൾക്ക് ഇത് എന്താ സംഭവം എന്ന് അറിയണ്ടായിരുന്നില്ല. അവളുടെ അമ്മയുടെ തലയിൽ ഒരു 2-3 റെഡ് ലൈൻ ഉണ്ടായിരുന്നു. അച്ഛന്റെ തലയിൽ കുറച്ചധികം റെഡ് ലൈൻ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛന്റെ തലയിൽ നിന്ന് ഈ പോകുന്ന റെഡ് ലൈൻസ് അമ്മയുടെ തലയിലേക്കും ചില ലൈനുകൾ അമ്മയുടെ സഹോദരിയായി അവളുടെ ആന്റിയുടെ തലയിലേക്കും കണക്ട് ആയിരിക്കുന്നതൊക്കെ അവൾ കൊച്ചിലെ കണ്ട് അതേപടി ഒരു കൗതുകത്തിന്റെ പുറത്ത് അതൊക്കെ പടം വരച്ചു വെക്കുമായിരുന്നു. അവൾ വരച്ച ഈ പടമൊക്കെ ആദ്യം ഷിന്നിന്റെ അമ്മ അന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ആദ്യം ഒന്നും മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് അവൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത് തന്റെ ഹസ്ബൻഡിന് താനുമായുള്ള ബന്ധത്തിന്റെയും ഒപ്പം തന്റെ സഹോദരിയുമായുള്ള ബന്ധത്തിന്റെയും കണക്ഷന്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കുന്ന അമ്മ തന്റെ സഹോദരിയുടെ കൂടെ ചേർന്ന് തന്റെ ഹസ്ബൻഡ് തന്നെ ചതിച്ചു എന്ന ആ ഒരു കലിപ്പില് വേഗം തന്നെ മുന്നും പിന്നും നോക്കാതെ മകളുടെ മുന്നിൽ വെച്ച് തന്നെ ഹസ്ബൻഡിനെ കുത്തി കൊല്ലുന്നുണ്ട്. ആക്ച്വലി ആ ഒരു സംഭവത്തിന് ശേഷമാണ് എന്താണ് ഈ റെഡ് ലൈൻ എന്ന ഒരു കാര്യം തന്നെ നമ്മുടെ കുട്ടി ഷിന്നിന് മനസ്സിലായി തുടങ്ങിയത്. എന്തായാലും അതോടുകൂടി അവളുടെ കുടുംബം തകർന്നു. പിന്നീട് അങ്ങോട്ട് ഷിൻ മറ്റുള്ളവരുടെ തലയിൽ അവൾക്ക് കാണാൻ സാധിക്കുന്ന അവരുടെ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ സൂചിപ്പിക്കുന്ന ആ റെഡ് ലൈനിനെ പറ്റി ആരോടും മിണ്ടാറില്ല. കാരണം തന്റെ ഫാമിലി തകർന്ന കണക്ക് ഇത് മറ്റൊരാളുടെ ഫാമിലിയെ തകർക്കേണ്ടെന്ന രീതിയിൽ അവൾ ഇത് അവളോട് തന്നെ പിന്നീട് അങ്ങോട്ട് സൂക്ഷിച്ചു വെച്ച ഒരു കാര്യമാണ്. എന്തായാലും കുട്ടിക്കാലത്ത് നടന്ന ഒരു ഇൻസിഡന്റിന് ശേഷം വല്ലാത്തൊരു ലൈഫായിരുന്നു ഷിൻ ജീവിച്ചിരുന്നത്. അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആരോടും പറയാനും പറ്റുന്നില്ല, മനസ്സമാധാനത്തിൽ ജീവിക്കാനും പറ്റുന്നില്ല. പലപ്പോഴും ഈ ഒരു ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും കരുതി അവൾ പലതും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും തന്നെ വർക്കൗട്ട് ആയിട്ടില്ല. ഉദാഹരണത്തിന് കെട്ടി തൂങ്ങി മരിക്കാന്ന് കരുതി കുരുക്കിട്ട് കിടന്ന ആ കുരുക്ക് പൊട്ടിപ്പോവും. കൈഞ്ഞരമ്പ് മുറിക്കാന്ന് വെച്ച് മുറിച്ചാലോ ആ മുറിവ് തന്നെ ഉണങ്ങി വരും. അത് മുറിച്ചധികം വൈകാതെ തന്നെ. അതുകൊണ്ട് ആ വഴിയും പാളി. ഇനി നല്ല ഹൈറ്റ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ചാടി ചാവാന്ന് വിചാരിച്ചാലോ താഴെ വീഴുന്ന അവൾക്ക് ഒരു പോറൽ പോലും വരാറില്ല. ചുരുക്കി പറഞ്ഞാൽ അവളായിട്ട് അവളുടെ ജീവൻ എടുക്കാൻ എന്തൊക്കെ വഴി നോക്കിയാലും വർക്കൗട്ട് ആവുന്നില്ല. അങ്ങനെ ജീവിച്ചു വരുന്ന ഷിന്നാകട്ടെ മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം മാക്സിമം കുറച്ച് വരുവാണ്. ഇപ്പൊ തന്നെ ഇവളി അപ്പാർട്ട്മെന്റിൽ താമസത്തിന് വന്നിട്ട് അങ്ങനെ അയൽക്കാരെ പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. എല്ലാവരിൽ നിന്നും അകലാൻ ശ്രമിക്കുന്ന അവൾ ഇൻകേസ് അവളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് ആരും വന്ന് അപ്പാർട്ട്മെന്റിന്റെ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് മിണ്ടാൻ നോക്കിയാലും അവൾ അകത്തുണ്ടെങ്കിലും പുറത്തിറങ്ങിയില്ല. ഇപ്പൊ തന്നെ അടുത്തുള്ള ഒരു ലേഡി വന്ന് അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊടുത്ത് അവളെ പരിചയപ്പെടാമെന്ന രീതിയിൽ വന്ന് കോളിംഗ് ബെല്ല് അടിച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഷിൻ പുറത്തിറങ്ങിയതേയില്ല. അവർ പോയി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഷിൻ അവർ കൊണ്ടുവന്ന ആ ഒരു ഫ്രൂട്ട്സ് ഒക്കെ പതിയെ എടുക്കുന്നത്. അവളായിട്ട് ഇതിനകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പുറത്തിറങ്ങാത്തത് കൊണ്ട് ഈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒന്നും അവൾക്ക് വീട്ടിൽ കഴിക്കാനുമില്ല. ഇപ്പൊ അതൊക്കെ കാണുമ്പോൾ വളരെ ആക്രാന്തത്തിൽ എടുത്ത് കഴിക്കുന്നുണ്ട്. ഈവൻ അവൾക്ക് വരുന്ന പാഴ്സൽസ് പോലും അവൾ അങ്ങനെ ആളുകളെ കാണേണ്ടി വരുന്നു വിചാരിച്ച് കറക്റ്റ് ആയിട്ട് പുറത്തിറങ്ങി കളക്ട് ചെയ്യാതെ അതൊക്കെ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ ഡോറിന്റെ അവിടെ ഇങ്ങനെ അങ്ങ് കെട്ടിക്കിടക്കുകയാണ്. അങ്ങനെ ഇതാണ് നമ്മുടെ ഷിന്നിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതേ ടീം നമ്മൾ മുന്നേ കണ്ടിരുന്നില്ലേ, ഷിന്നിന്റെ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി. ആ പെൺകുട്ടി ഇപ്പോ സ്കൂളിൽ ചെന്ന ശേഷം നമ്മൾ ആ പെൺകുട്ടി കാണുമ്പോൾ പാവം അവൾ ആകെപ്പാടെ അവിടെയുള്ള കുറച്ച് ബുള്ളി പെമ്പിള്ളാരുടെ കൈപ്പെട്ട് അടിയിടിയും കൊണ്ടോണ്ടിരിക്കുകയാണ്. കുറച്ച് കാശ് എടുത്തോണ്ട് വരാനായി ആ പെൺകുട്ടികൾ ആ വിദ്യാർത്ഥിനിയോട് ആവശ്യപ്പെട്ടിരുന്നു. അത് എടുത്തു കൊടുക്കാത്തതിന്റെ കലിപ്പിന് അവളെ ഇട്ട് ചറപറ അടിച്ചോണ്ടിരിക്കുന്നു. ഈവൻ അവളുടെ അങ്കിൾ ഒരു പോലീസുകാരനാണ്. ആ കാര്യം അറിഞ്ഞിട്ട് പോലും ഈ പെമ്പിള്ളാര് വെറുതെ വിടുന്ന മട്ടില്ല. എന്തായാലും അവളുടെ പേര് കങ്ങെന്നാണ്. കങ്ങിവിടെ ഈ പെമ്പിള്ളാരുടെ അടി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഇതേ സമയം തന്നെ കങ്ങിന്റെ അങ്കിളായ ഹാനിനെ നമുക്ക് കാണാം. ഹാൻ ഒരു പോലീസുകാരനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഓരോ കേസിന്റെ അന്വേഷണവുമായി ഒരു മൃതദേഹം കണ്ടെത്തിയ അപ്പാർട്ട്മെന്റിൽ ഹാൻ എത്തിയിരിക്കുന്നു. മുന്നേ നമ്മൾ കങ്ങ് സ്കൂളിലേക്ക് പോകാനായി നിൽക്കുന്ന ടീം ഒരു കാറിൽ ഒരാൾ അവളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാന്നും പറഞ്ഞ് വിളിച്ചിരുന്നില്ലേ? ആ കാറിൽ ഉണ്ടായിരുന്ന ആള് മറ്റാരുമല്ല, ഈ ഹാനാണ്. ഹാനിന്റെ തലയിൽ കൂടി ഒരുപാട് റെഡ് ലൈൻ പോയതും നമ്മളപ്പോ കണ്ടിരുന്നല്ലോ. അപ്പോ ഹാൻ ഒരു ഒന്നാം തരം പ്ലേ ബോയ് ആയി നടക്കുന്ന ഒരാളാണ് എന്നത് തീർച്ച. എന്തായാലും ഹാൻ ഇപ്പോ വന്നിരിക്കുന്ന ഈ സ്ഥലത്ത് കിടക്കുന്ന ഡെഡ് ബോഡി അവിടെ അടുത്തുള്ള ഒരു കോഫി ഷോപ്പിൽ മാനേജറായി വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയുടെയാണ്. അവർ അവരുടെ ബെഡിൽ മരിച്ചു കിടക്കുന്ന നിലയിലാണുള്ളത്. വീടിന്റെ ബെഡ്റൂം ഒഴിച്ച് ബാക്കി അകത്തെ ഭാഗങ്ങളൊക്കെ തന്നെ വലിച്ചു വാരിയിട്ട നിലയിലാണുള്ളത്. ഇനി ഒരുപക്ഷെ വല്ല കള്ളന്മാരും വന്ന് കൊന്നിട്ട് പോയതായിരിക്കോ എന്ന രീതിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. ഒരു കറുത്ത ഹെൽമെറ്റ് ധരിച്ചാൽ ഈ പെൺകുട്ടിയുടെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് വന്നു പോയിരുന്നു എന്ന രീതിക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അയാൾ ഫുഡ്
ഡെലിവറി ചെയ്യാൻ വന്ന ആരോ ആയിരിക്കാം എന്നാണ് ഇവർ ഒരു നിഗമനത്തിൽ എത്തുന്നത്. അയാൾ തന്നെയാണോ കൊലപാതകം ചെയ്തതെന്ന് കണ്ടുപിടിക്കാനായിട്ട് അപ്പൊ പ്രത്യേകിച്ച് തെളിവൊന്നും കിട്ടുന്നില്ല. എന്തായാലും ഈ പെൺകുട്ടിയുടെ മൃതദേഹം പരിശോധിക്കുമ്പോൾ ലാസ്റ്റായി എന്തെങ്കിലും രീതിയിൽ ശാരീരികമായി മിസ്യൂസ് ചെയ്യപ്പെട്ടു എന്ന രീതിക്കൊന്നും കണ്ടെത്താനും സാധിക്കുന്നില്ല. എന്തായാലും ആ ഒരു കേസ് അവിടെ മിസ്റ്ററി ആയി തുടരുകയാണ്. അധികം വൈകാതെ മറ്റൊരു കൊലപാതകവും കൂടി അതിനടുത്തൊരു സ്ഥലത്ത് തന്നെ നടക്കുന്നുണ്ട്. 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇത്തവണ മരണപ്പെട്ടിരിക്കുന്നത്. ആ ഒരു ന്യൂസ് ഇപ്പോൾ ടിവിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷിൻ. റിപ്പോർട്ടർ കൊലപാതകം നടന്നതിനടുത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് റിപ്പോർട്ടറിന്റെ തലയിലൂടെ അവളുടെ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ റെഡ് ലൈൻസ് ഇഷ്ടം പോലെ പോകുന്നത് കാണാം. ഇതേ ടീം അവിടെ ആ വീഡിയോയിൽ അവൾക്ക് കറുത്ത ഹെൽമെറ്റ് ധരിച്ച ഒരു ഡെലിവറി ബോയ് പാസ് ചെയ്ത് പോകുന്ന കണക്കും കാണാം. പക്ഷെ അയാളുടെ തലയിൽ ഒരു ലൈൻ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. അവളുടെ എക്സ്പീരിയൻസിൽ അവൾ കണ്ടിട്ടുള്ള ഇതേ കണക്ക് ചെറുപ്പക്കാരായ ആമ്പിള്ളാരിൽ ഒന്നും തന്നെ അവൾ ഒരു ലൈൻ മാത്രമായിട്ട് കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളതെല്ലാം ഒരുപാട് ലൈൻസ് ഉള്ള പയ്യന്മാരെയാണ്. അതുകൊണ്ട് തന്നെ ഇവൾ വളരെ കൗതുകത്തോടുകൂടി ആ കറുത്ത ഹെൽമെറ്റ് ധരിച്ച ചെറുപ്പക്കാരനെ തന്നെ ഉറ്റുനോക്കുന്നു. എന്തായാലും പിന്നീട് നമ്മൾ കാണുന്നത് അതേ മോഡൽ ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് കറുത്ത ഹെൽമെറ്റ് ഇട്ട കറുത്ത ഡ്രസ് ഇട്ടിരിക്കുന്ന ഒരാളെയാണ്. അയാൾ നേരെ എത്തുന്നത് നമ്മുടെ ഷിന്നൊക്കെ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്താണ്. ഷിന്നാകട്ടെ രാത്രി ആ സമയത്ത് ഒരു വണ്ടിയുടെ ശബ്ദം കേട്ട് ജനാലയുടെ അവിടെ ചെന്ന് ആരാണെന്ന് നോക്കുമ്പോൾ അവൾ ടിവിയിൽ കണ്ട അതേ കണക്കൊരു കറുത്ത ഹെൽമെറ്റ് ധരിച്ച പയ്യനാണ്. തലയിൽ ആ ഒരു റെഡ് ലൈൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നവൾ ഇത് ടിവിയിൽ കണ്ട പയ്യൻ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു. ഇനി ഒരു പക്ഷെ ഇവനായിരിക്കും കൊലയാളി എന്ന് ഡൗട്ട് തോന്നുന്നവൾ അവൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ശ്രദ്ധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം അവൾക്ക് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് പോയ അവളോട് സംസാരിക്കാനായി ശ്രമിച്ച അവളുടെ അയൽക്കാരി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്കാണെന്ന് മനസ്സിലാക്കി ഷിന്നിന് ആകെപ്പാട് ടെൻഷൻ. ആ ലേഡിയെ കൊല്ലാനായിട്ടാണോ ഇവൻ പോകുന്നത് എന്ന് പേടിക്കുന്ന അവൾ വേഗം തന്നെ ഫോൺ എടുത്ത് പോലീസിനെ ഇൻഫോം ചെയ്യാനേ ഒരുങ്ങുന്നു. കാരണം പോലീസിനും ഓൾറെഡി ഒരു കറുത്ത ഹെൽമെറ്റ് ഒക്കെ ധരിച്ച ഒരാളെ കൊലയാളിയായി ഡൗട്ട് ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ഫോൺ എടുക്കുമ്പോഴേക്കും അവൾക്ക് ഈ ഫോണിൽ അങ്ങനെ അവളെ വിളിക്കാനോ ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏറെ നാളുകളായി ആ ഫോൺ യൂസിൽ ഉണ്ടായിരുന്നില്ല. അവന്റെ ചാർജ് തീർന്നിട്ട് അവൾ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഇത് കണ്ട് അവൾ വേഗം തന്നെ ഫോൺ എടുക്കുമ്പോഴാണ് ചാർജ് ഇല്ലെന്ന കാര്യം ശ്രദ്ധിക്കുന്നത്. വേഗം ഫോൺ കുത്തിയിടുന്നു. നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അവിടെ അയാൾ എത്തിയിരിക്കുന്നു. അപ്പോഴേക്കും ഇവിടെ പോലീസ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. സാർ, എന്റെ വീടിന്റെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ ലേഡിയെ കൊല്ലാനായി ആ ഒരു കറുത്ത ഹെൽമെറ്റ് ധരിച്ച കൊലയാളി എത്തിയിട്ടുണ്ടെന്ന് അവൾ പറയുമ്പോഴേക്കും അവൾ കാണുന്നത് ആ ലേഡിയോട് ആ ഹെൽമെറ്റ് ധരിച്ച പയ്യൻ ആ ഹെൽമെറ്റ് ഒക്കെ മാറ്റി ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നതും അവർ വളരെ സ്നേഹത്തോടെ ഇടപെടുന്നതും ഒക്കെയാണ്. അത് കാണുമ്പോൾ അപ്പോൾ ഇവർ പരിചയക്കാരാണ്, താൻ വിചാരിച്ച കണക്കൊന്നുമില്ല എന്ന് തോന്നി അവൾ ബാക്കി ആ ഒരു ഫോൺ കോളിൽ പറയാതെ പെട്ടെന്ന് തന്നെ കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ സ്കൂൾ കാണുമ്പോഴേക്കും കങ്ങിനോട് കാശ് കൊണ്ടുവരണമെന്ന് ആ ബുള്ളി പെമ്പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അവർക്ക് കൊടുക്കാനായി കാശൊന്നും കൊണ്ടുവരാതെ കങ്ങായിട്ട് സ്കൂളിലേക്ക് വരാതിരിക്കുകയാണ്. കലിപ്പ് വരുന്ന അവള് വന്നില്ലെങ്കിൽ എന്താ, കങ്ങിന്റെ ലോക്കർ ഉണ്ടല്ലോ ഇവിടെ, അത് പൊട്ടിച്ച് അതിനകത്ത് നിന്ന് ആവശ്യമുള്ള വല്ല ഉണ്ടോ എന്ന് നോക്കാന്ന് പറഞ്ഞ് കങ്ങിന്റെ ലോക്കർ തുറക്കുമ്പോൾ അതിനകത്ത് നിന്ന് അവർക്ക് ഒരു ഹൂഡിയും ഒരു ഗ്രീറ്റിംഗ് കാർഡും കിട്ടുന്നുണ്ട്. ഇത് കാണുന്ന അവർ അത് സൂക്ഷ്മമായി വായിക്കുന്നു, പരസ്പരം കമന്റ് അടിച്ച് സംസാരിക്കുന്നുണ്ട് അതിനെപ്പറ്റി. ഇത് കങ്ങ് ആർക്കെങ്കിലും കൊടുക്കാൻ എഴുതി വെച്ചിരിക്കുന്നതാണോ അതോ കങ്ങിന് ആരെങ്കിലും കൊടുത്തു അവള് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണോ എന്ന് നമുക്കിപ്പോ അറിയില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കങ്ങിന്റെ അങ്കിളായ പോലീസുകാരൻ ഹാൻ തന്റെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വളരെ ടയർഡായി വീട്ടിലേക്ക് എത്തുന്നതാണ്. ഹാനെ കണ്ടപാടെ കങ്ങ് അങ്ങളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പേഴ്സിലുണ്ടായിരുന്ന കുറച്ച് കാശ് ഹാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ വേണമെങ്കിൽ ATM നിന്ന് എടുത്തു തരാമെന്ന് ഹാൻ പറയുമ്പോഴേക്കും എത്ര എടുത്തു തരുമെന്ന് കങ്ങ് ഉടനടി ചോദിക്കുന്നു. പൊതുവെ അവൾ ഇങ്ങനൊന്നും ചോദിക്കുന്നതല്ല. അതുകൊണ്ട് ആ ചോദ്യം കേട്ട് ഡൗട്ട് തോന്നുന്ന ഹാൻ അവളെ നോക്കുമ്പോഴാണ് അവളുടെ ദേഹത്തൊക്കെ അടി കൊണ്ട പാട് ഹാൻ കാണുന്നത്. എന്ത് പറ്റിയെന്ന് ഹാൻ ചോദിക്കുമ്പോഴേക്കും കാശ് തരാൻ പറ്റുമെങ്കിൽ താന്ന് മാത്രം ഒരു മറുപടി പറഞ്ഞ് കങ്ങ് അങ്ങനെ റൂമിലേക്ക് കയറി പോകുന്നു. ഹാൻ ഇവളെന്ത് ഇങ്ങനെയെന്ന് ആകെ ചിന്തിച്ച് ജനാലിന്റെ അവിടെ നിൽക്കുന്ന സമയത്താണ് ഓപ്പോസിറ്റ് ഉള്ള അപ്പാർട്ട്മെന്റ് ശ്രദ്ധിക്കുന്നത്. അവിടെയാണല്ലോ നമ്മുടെ ഷിൻ താമസിക്കുന്നത്. അവളാകട്ടെ ജനലിൽ കൂടി വെട്ടമൊന്നും അടിക്കാതിരിക്കാനും ആളുകളെ അവൾക്ക് കാണാതിരിക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അത് മറച്ചു വെച്ചേക്കല്ലേ, ചെറിയൊരു ഹോളല്ലേ ഉള്ളൂ എത്തി നോക്കാനൊക്കെ. അവൾ ഈ അടുത്താണല്ലോ അവിടെ താമസത്തിനെത്തിയത്. അതുകൊണ്ട് തന്നെ ഹാൻ അങ്ങനെ ഒന്നും ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഹാൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിൽക്കുമ്പോഴേക്കും സ്റ്റേഷനിൽ നിന്ന് ഹാനിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. വിളിച്ചിരിക്കുന്ന ആൾ അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം കറുത്ത ഹെൽമെറ്റ് ധരിച്ച കൊലയാളി എന്ന് പറഞ്ഞ് ഒരു ഫോൺ കോൾ സ്റ്റേഷനിലേക്ക് വന്നിരുന്നെന്നും വിളിച്ചിരുന്ന ആളുടെ അഡ്രസ് ഹാനിന്റെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നാണെന്നും ഒക്കെ പോലീസുകാർ പറയുമ്പോഴേക്കും ഇത് താനിപ്പോ സംശയാസ്പദമായി നോക്കിയ ആ ജനാലയൊക്കെ മറിച്ച് അതേ അപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലാക്കുന്ന ഹാൻ ഈ കറുത്ത ഹെൽമെറ്റ് ധരിച്ച ആളാകാം കൊലയാളി എന്ന രീതിയിൽ പോലീസിന് ഒരു ഡൗട്ട് ഉണ്ടെങ്കിലും പോലീസ് അതങ്ങനെ ഇതുവരെ പുറത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതറിയാതെ ഇങ്ങനെ വേറൊരാൾ ഇങ്ങനെ കറക്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചു എന്ന് ഡൗട്ട് തോന്നി വേഗം തന്നെ അങ്ങോട്ടേക്ക് പരിശോധിക്കാനായി പോകുന്നു. അങ്ങനെ ഷിന്നിന്റെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് എത്തുന്ന ഹാൻ കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും ഷിൻ അത് ആരാണെന്ന് ചെന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ ഹാനിനെ കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് അവന്റെ തലയ്ക്ക് മുകളിൽ ആ ഒരു ചുവന്ന വരയാണ്. ഇത്ര അധികം വരയോന്ന് അവൾ സത്യത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾക്ക് ഇത്രയേറെ വരയുള്ളത് കാണുന്നത്. ആകെപ്പടം അമ്പരക്കുന്നുണ്ട്. അത് വെച്ചാൽ അവന്റെ കയ്യിലിരിപ്പ് ഏകദേശം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഡിറ്റക്റ്റീവ് ആണ്, കഥക് തുറക്ക്, ഒരു കാര്യം ചോദിക്കാനുണ്ടെന്നൊക്കെ ഹാൻ പറയുന്നുണ്ടെങ്കിലും ഷിൻ കഥക് തുറക്കാനായി റെഡി ആവുന്നേയില്ല. ഈ സമയത്താണ് മുകളിലത്തെ അപ്പാർട്ട്മെന്റിലെ ഒരു താമസക്കാരൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. സാർ, നിങ്ങൾ എത്ര തട്ടിയാലും അവർ കഥക് തുറക്കില്ല, അവരങ്ങനെ പുറത്തിറങ്ങാറേ ഇല്ല, അത് കണ്ടില്ലേ, അവർക്ക് വന്നിട്ടുള്ള പാഴ്സലാണ് ഇതല്ല, അതുപോലെ എടുക്കാനായിട്ട് പുറത്തിറങ്ങാറേ ഇല്ല എന്ന് പറഞ്ഞ ആ താമസക്കാരൻ പോകുമ്പോഴേക്കും ഹാൻ ആവട്ടെ ഇന്നലെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ കാര്യത്തെ പറ്റി അന്വേഷിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ലൈറ്റ് ആയിട്ട് അത് കേട്ട് ഷിൻ കഥക് തുറക്കുന്നുണ്ട്. അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ആക്ച്വലി അവരുടെ ഒരു പരിചയക്കാരൻ തന്നെയായിരുന്നു ആ ഹെൽമെറ്റ് ധരിച്ച ആൾ, പക്ഷെ എനിക്ക് എന്തോ ഒരു ഡൗട്ട് തോന്നി, ഞാൻ തെറ്റിദ്ധരിച്ച് വിളിച്ചതാണ്, സോറി വേറൊന്നും ഇല്ലാന്നല്ല ഷിൻ പറയുമ്പോൾ അതൊക്കെ നിങ്ങൾ ആരാണ്,
ഒറ്റയ്ക്കാണോ ഇവിടെ താമസിക്കുന്നത്, സ്കൂളിൽ പഠിക്കുവാണോ, പേരൻസ് ഒക്കെ എന്ത് ചെയ്യും എന്നെല്ലാം ഹാൻ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഷിൻ അതൊന്നും മറുപടി കൊടുക്കാതെ ഡോർ അടയ്ക്കുന്നുണ്ട്. ഈ അപ്പാർട്ട്മെന്റിലെ ജനലൊക്കെ ഭയങ്കരമായി അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാഴ്ച പുറത്തുനിന്ന് കണ്ടപ്പോൾ തൊട്ട് അവന് ഒരു ഡൗട്ട് ഉണ്ട്. കൂടാതെ ഈ പെൺകുട്ടി പുറത്ത് ഇറങ്ങില്ല എന്നൊക്കെ കേട്ടപ്പോഴും ഒരു ഡൗട്ടിന്റെ പുറത്താണ് അവൾ ആരാണ് എന്താണെന്ന് അറിയാനേ ഇങ്ങനെ ചോദിച്ചത്. എന്തായാലും ഇതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ലെന്ന് മട്ടില്ല ഹാനും അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രിയും കറുത്ത ഹെൽമെറ്റ് ധരിച്ച ആ ഒരാൾ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് വരുന്നുണ്ട്. പുറത്ത് ശബ്ദം കേട്ട് ഷിൻ അങ്ങോട്ട് ഡോറിന്റെ ആ ഒരു ഹോളിലൂടെ നോക്കുന്ന ടീം അവൾക്ക് അയാളെ കാണാം. അയാൾ പോകുന്ന ടീം അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഒന്ന് നോക്കി പോകുന്ന കണക്കുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ സ്റ്റേഷൻ കാണുമ്പോഴേക്കും ഹാനിനോട് ഒരു കോവർക്കർ ആദ്യം നടന്ന ആ ഒരു മരണമില്ലേ, മരിച്ച ആ പെൺകുട്ടിക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെന്നും ആ ബോയ് ഫ്രണ്ട് ഹാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നതെന്നും പറയുമ്പോൾ ഹാൻ അതാരാണെന്ന് അറിയാനായി ഫോട്ടോ ചോദിക്കുന്നുണ്ട്. തുടർന്ന് ഫോട്ടോ കാണിക്കുമ്പോൾ ഹാൻ മുന്നേ ഷിന്നിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് സംസാരിക്കാൻ പോയ ടീം ആ പെൺകുട്ടി കഥക് തുറക്കില്ല, അങ്ങനെ പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ ഒരാളുണ്ടല്ലോ, അതേ ആളുടെ ഫോട്ടോ ആണ് അവിടെ ഹാൻ കാണുന്നത്. അയാൾ ഒരു ആർട്സ് ടീച്ചർ ആണെന്നും മനസ്സിലാവുന്നു. പേര് ജിയോങ് എന്നുമാണ്. എന്തായാലും അയാളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മരിച്ച ആ പെൺകുട്ടിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടുമെന്ന് അറിയാനായി അന്വേഷിക്കാനായി പോകാൻ ഒരുങ്ങുന്ന സമയത്താണ് ഹാൻ ഒരു ഫോൺ കോൾ വരുന്നത്. തുടർന്ന് ഹാൻ കോവർക്കറിനോട് എനിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്, അങ്ങോട്ടേക്ക് പോക്കോ, ഞാൻ വരാമെന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞു വരുന്നു. ഹാൻ നേരെ പോകുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ അവിടേക്കാണ്. അവിടെ ഹാനിനെ കാണുമ്പോഴേ നിങ്ങൾ അദ്ദേഹത്തിന്റെ മകനാണോ എന്ന് ഒരു നേഴ്സ് ചോദിക്കുന്നുണ്ട്. അതേ എന്ന് ഹാൻ പറയുമ്പോഴേക്കും നിമിഷ നേരത്തില്ല പുള്ളിക്കാരൻ ശ്രദ്ധ തെറ്റിയപ്പോ ഇവിടെ നിന്ന് മാറി കളഞ്ഞത്, എങ്ങോട്ട് പോയി അറിയില്ല എന്നല്ല അവർ പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന ഹാനിന് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നു. അവൻ വേഗം തന്നെ റൂഫ് ടോപ്പിന്റെ അവിടേക്ക് പോകുമ്പോൾ അവിടെ ഒരു വൃദ്ധൻ അറ്റത്തായി നിൽപ്പുണ്ട്. അത് മറ്റാരുമല്ല ഹാന്റെ അച്ഛനാണ്. എന്തായാലും അച്ഛൻ കിടത്തിയിരുന്ന ബെഡിലില്ലാന്ന് നേഴ്സ് പറഞ്ഞപ്പോഴേക്കും ഇവിടെ വന്നിട്ടുണ്ടാവുമെന്ന് തോന്നി ഹാൻ അങ്ങനെ ഇവിടേക്ക് വന്നപ്പോ തുടർന്ന് അച്ഛനെ കണ്ടെത്തി നഴ്സുമാർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹാന്റെ അച്ഛൻ എന്താണ് പ്രശ്നം, എന്തിനാണ് ഇവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നത് എന്നത് നമുക്കിപ്പോ അറിയില്ല. എന്തായാലും ഇതേ ടീം ആ ഒരു കോവർക്കറായ പോലീസുകാരൻ ഒറ്റയ്ക്ക് ജിയോങ് എന്ന ആ ടീച്ചറിന്റെ അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തി പരിശോധന നടത്തുന്നു. അവിടെ ജിയോങ്ങിനെ അപ്പോ കാണുന്നില്ല. പക്ഷെ പരിശോധിക്കുമ്പോൾ അവിടെ എന്തൊക്കെയോ ഒരു വിചിത്രമായ കാര്യങ്ങൾ കണക്ക് ഡിറ്റക്റ്റീവിന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ ആ ഹാനിനെ കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ ഇങ്ങോട്ട് പോയി ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അറിയിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ജിയോങ് അവിടേക്ക് എത്തി ഈ പോലീസുകാരനെ ഇട്ട് അടിക്കാണ്. പോലീസുകാരനെ അടിച്ചടിച്ചടിച്ച് ബോധം കെടുത്തി അയാളാകട്ടെ കറുത്ത വസ്ത്രവും ഹെൽമെറ്റും ഒക്കെ ധരിച്ച് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ മുന്നേ ഷിന്നിന് ഫ്രൂട്ട്സ് കൊടുത്ത അതേ ആ ഒരു ലേഡിയുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് തന്നെയാണ് ഈ ജിയോങ് പോകുന്നത്. ജിയോങ് തന്നെയാണോ കൊലയാളി എന്ന് അറിയില്ല. എന്തായാലും ജിയോങ് അങ്ങോട്ടേക്ക് പോകുന്ന കാഴ്ച കാണുന്ന ഷിന്നാകട്ടെ മുന്നേ അവൾക്ക് തെറ്റിദ്ധാരണ വന്ന കണക്ക് മനസ്സിലായിരുന്നെങ്കിലും ഇത് തെറ്റിദ്ധാരണ അവൻ സാധ്യതയില്ല, ഇയാൾ കൊലയാളി തന്നെ ആയിരിക്കാം എന്ന് അവൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വേഗം പോലീസിനെ വിളിക്കാൻ ഈ മുന്നത്തെ കണക്ക് ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും അത് സ്വിച്ച് ഓഫ് ആണെന്ന് കണ്ട് താൻ തന്നെ എന്തെങ്കിലും ചെയ്യില്ലെങ്കിൽ ആ ലേഡിയുടെ കഥ കഴിയുമെന്നും പേടിച്ച് വേഗം കത്തിയൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അവൾ ഈ അപ്പാർട്ട്മെന്റിന്റെ പുറത്തേക്ക് അങ്ങനെ ഇറങ്ങാറേ ഇല്ലല്ലോ. എപ്പോഴും അടച്ചുപൂട്ടി അപ്പാർട്ട്മെന്റിനകത്താണല്ലോ അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന്റേതായ ഭയങ്കര ബുദ്ധിമുട്ട് അവൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. തലകറക്കമൊക്കെ വരുന്നുണ്ട്. ഇതേ ടീം ആ ലേഡിയുടെ അവിടേക്ക് കറുത്ത ഹെൽമെറ്റ് ഒക്കെ ധരിച്ച് ജിയോങ് എത്തുന്നു. തന്നെ കാണാനെത്താറുള്ള ആ പരിചയക്കാരനാണെന്ന ധാരണയിൽ അവർ കഥക് തുറന്നു കൊടുക്കുന്നുണ്ടെങ്കിലും അകത്തേക്ക് എത്തി ഇയാൾ ഹെൽമെറ്റ് മാറ്റുമ്പോഴാണ് അയാളുടെ ഫേസ് കണ്ട് ആ ലേഡി ആകെ ഞെട്ടുന്നത്. നീ എന്ത് ഇവിടെ നിന്ന് അവർ ചോദിക്കുമ്പോഴേക്കും ആക്ച്വലി അവരുടെ തലയിലും കുറെ ആ ഒരു ചുവന്ന വര പോകുന്നുണ്ട്, ഈ ജിയോങ്ങിന്റെ തലയിലും ഉണ്ട്. ജിയോങ്ങിന്റെയും ഇവരുടെയും ഒരു ലൈൻ പരസ്പരം കണക്ട് ആവുന്നുണ്ട്. അതായത് ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ. എന്തായാലും ജിയോങ് പെട്ടെന്ന് തന്നെ ആ ലേഡിയെ സോഫയിലേക്ക് തള്ളിയിട്ട് കഴുത്ത് ഞെരിക്കാനായി തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തുന്ന ഷിൻ അയാളെ തടയാനായി നോക്കുന്നു. അവൾ കത്തിയുമായി നിൽക്കുന്നത് കണ്ട് എന്താ നീ എന്നെ കുത്താൻ പോവാണെന്ന് ചോദിച്ചു ഷിന്നിന്റെ അടുത്തേക്ക് ചെന്ന് ജിയോങ് ആ കത്തി ഇങ്ങ് വാങ്ങിച്ച് അവളുടെ വയറ്റിൽ തന്നെ കുത്തുന്നുണ്ട്. അവളുടെ കൈ വിറയ്ക്കുന്ന കണ്ടില്ല, എന്നിട്ട് എന്നെ കുത്താൻ വന്നിരിക്കുന്നു എന്നും പറഞ്ഞ് അങ്ങനെ അവളെ കുത്തി താഴെ ഇട്ട് വീണ്ടും ആ ലേഡിയുടെ അടുത്തേക്ക് ചെന്ന് അവരെ കൊല്ലാനായി ജിയോങ് ശ്രമിക്കുമ്പോഴേക്കും ആ ലേഡി അവനെ ആക്രമിക്കുന്നു. തലയ്ക്ക് അടി കിട്ടിയ ജിയോങ്ങിന്റെ മുഖത്ത് നിന്ന് കണ്ണാടി തെറിച്ച് താഴേക്ക് വീഴുമ്പോഴേക്കും പിന്നീട് അവന് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. വേഗം തന്നെ തെറിച്ചുപോയി കണ്ണാടി എവിടെയെന്ന് തപ്പി പിടിച്ചോണ്ടിരിക്കുകയാണ്. വേഗം തന്നെ ആ ലേഡി താഴെ കിടക്കുന്ന ഷിന്നിനെ ചെന്ന് നോക്കുന്നത് നമുക്ക് കാണാം. അപ്പോഴേക്കും ജിയോങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാനായി അങ്ങോട്ടേക്ക് ഹാൻ എത്തുന്നുണ്ട്. ജിയോങ്ങിന്റെ അപ്പാർട്ട്മെന്റ് മുകൾ നിലയിലും അതിന്റെ താഴെയായാണ് ഷിന്നിന്റെ അപ്പാർട്ട്മെന്റും. അതുകൊണ്ട് തന്നെ ജിയോങ്ങിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ഷിന്നിന്റെ അപ്പാർട്ട്മെന്റ് ക്രോസ് ചെയ്ത് വേണമല്ലോ പോകാൻ. അങ്ങനെ പോകുന്ന ടീം ഷിന്നിന്റെ അപ്പാർട്ട്മെന്റിന്റെ ഡോറ് തുറന്നു കിടക്കുന്ന കാഴ്ച ഹാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരിക്കലും തുറക്കാത്ത ഈ ഡോറ് എന്തിപ്പോ തുറന്നു കിടക്കുന്നതെന്ന് അത് കണ്ട് ഹാനിനാകെ ഡൗട്ട്. നോക്കുമ്പോ റെഡ് ലൈനിനെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഷിൻ കഴിഞ്ഞ കുറെ നാളുകളായി. അതിന്റെ കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹാൻ കാണുന്നുണ്ട്. ഹാനിന് പക്ഷേ ഈ റെഡ് ലൈൻ കഥകളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ കൗതുകത്തിൽ അത് ഇതെന്താ സംഭവം എന്ന് മട്ടിൽ നോക്കി നിൽക്കുമ്പോഴേക്കും നിലവിളി ശബ്ദം. വേഗം ആ ഒരു ജനാലയുടെ ഹോള് വഴി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ ആ ലേഡിയുടെ കഴുത്തും ഞെരിച്ചോണ്ടിരിക്കുന്ന ജിയോങ്ങിനെ കാണാം. അങ്ങനെ അവൻ അവരുടെ കഴുത്തും ഞെരിക്കുന്ന ഇതേ സമയം മുന്നേ ജിയോങ് കുത്തി വീഴ്ത്തിയിട്ടുണ്ടായിരുന്ന ഷിന്നിന് പതിയെ ബോധം വരുന്നു. അവൾക്ക് ശരീരത്ത് മുറിവുകൾ സംഭവിച്ചാലും അത് മരുന്നൊന്നും വെക്കാതെ തന്നെ ഉണങ്ങാറുണ്ട്. അതേ കണക്ക് അവളിപ്പോ ഓക്കെ ആയി. അവൾക്ക് കൈ കിട്ടിയ കത്തിയെടുത്ത് അവൾ വേഗം തന്നെ ജിയോങ്ങിന്റെ കാലിൽ കുത്തുന്നുണ്ട്. ഈ സമയം ജിയോങ് ആകട്ടെ തിരിച്ച് ഷിന്നിനെ ആക്രമിക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലാണെങ്കിലും ഹാൻ കറക്റ്റ് ആയി തന്നെ ജിയോങ്ങിനെ വെടിവെച്ചിടുന്നുണ്ട്. വെടിയേറ്റ് താഴെ വീഴുന്ന ജിയോങ്ങിന്റെ ആ ഒരു റെഡ് ലൈൻ മായുന്നത് നമുക്ക് കാണാം. ജിയോങ്ങിനും ഏതാണ്ടത് കാണാൻ പറ്റുന്ന രീതിയിൽ അവൻ ആ റെഡ് ലൈൻ മായുന്നതിനെ പറ്റി എന്തോ പിറുപിറുത്തുകൊണ്ടാണ് പതിയെ ബോധരഹിതനാവുന്നത്. തനിക്ക് മാത്രമാണ് മറ്റുള്ളവർക്കുള്ള ഈ ചുവന്ന വര കാണാൻ സാധിക്കുന്നതെന്ന് കരുതിയിരുന്ന ഷിന്നിനെ സംബന്ധിച്ച് ഇവനും ഇത് കാണാൻ പറ്റുമോ, അതിങ്ങനെ ഇവന് കാണാം, ഇവൻ അതിനുള്ള എബിലിറ്റി ഉണ്ടോ, അതോ ഇവൻ വെച്ചിരിക്കുന്ന ഈ കണ്ണാടയുടെ പ്രത്യേകതയാണോ എന്നല്ല അവൾ ഭയങ്കരമായി ക്യൂരിയസ് ആയി നിൽക്കുന്നു. എന്തായാലും ജിയോങ്ങിനെ വേഗം അവിടെ നിന്ന്
ആംബുലൻസ് ഒക്കെ എത്തി മാറ്റുന്നുണ്ട്. ഷിന്നിനും ചെറിയ പരിക്ക് ശരീരത്ത് അവിടെ ഇവിടെയും കാണാം. മാരകമായ പരിക്കൊന്നും തന്നെയില്ല. അതിന് ഫസ്റ്റ് എയ്ഡ് ഒക്കെ വെച്ച് വിടുന്നു. ഹാൻ വളരെ കൗതുകത്തിൽ ഷിന്നിനെ നോക്കുന്നുണ്ട്. കാരണം അവൻ മുന്നേ ചെന്ന് ഡോറി തട്ടിയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും അവൾ പുറത്തിറങ്ങി അവനോട് സംസാരിച്ചിരുന്നില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് അവൻ അവളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൻ അവളെ ശ്രദ്ധിക്കുന്ന ഇതേ സമയം തന്നെ എന്ത് പുറത്തൊരു ശബ്ദം എന്ന രീതിയിൽ ഹാനിന്റെ അനന്തരവളായ കങ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ സമയം കങ് അവിടെ ഷിന്നിനെ കാണുന്നു. ഷിൻ, നീ ഇവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് എന്ന രീതിക്ക് കങ് ഭയങ്കര അമ്പരപ്പിൽ ചോദിക്കുമ്പോഴാണ് ഹാനിന് അപ്പോൾ ഇവർക്കിടയിൽ പരിചയമുണ്ടോ എന്ന കാര്യം മനസ്സിലാവുന്നത്. ഹാനായിട്ട് അതുകൊണ്ട് തന്നെ കങ്ങിനോട് നിനക്ക് ആ പെൺകുട്ടി അറിയാമെന്ന് ചോദിക്കുമ്പോൾ അറിയാം, പണ്ട് ഹൈസ്കൂളിൽ കുറച്ചാൾ ഒന്നിച്ചു പഠിച്ചാണ്, അവരുടെ അമ്മ അച്ഛനെ കൊന്ന ഒരു ലേഡിയാണ് എന്നതൊക്കെ കങ് പറഞ്ഞാണ് ഹാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും പിന്നീട് ഷിൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ അവൾക്കൊരു മെസ്സേജ് വരുന്നത് നമുക്ക് കാണാം. ഒരുപക്ഷെ അവൾ ഫോൺ എപ്പോഴെങ്കിലും ഓൺ ആക്കിയിട്ട് എടുത്തപ്പോ കണ്ട ഒരു മെസ്സേജ് ആയിരിക്കും. എന്തായാലും അതിൽ നീ കാണുന്ന കണക്ക് തന്നെ എനിക്ക് കാണാൻ സാധിക്കും എന്ന് പറഞ്ഞൊരു സ്കൂളിന്റെ പേരാണ് അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആരാണ് ആ മെസ്സേജ് അയച്ചത്, ആ മെസ്സേജ് അയച്ച ആളിനെ കാണാൻ അവൾ പോകുന്നുണ്ടോ എന്നതറിയില്ല. എന്തായാലും പുറത്തിറങ്ങാനും ആളുകളെ ഫേസ് ചെയ്യാനും മടിച്ചിരുന്ന ഷിന്നാകട്ടെ മുന്നേ ആ ഒരു ലേഡിയെ രക്ഷിക്കണം എന്ന ഒരു ഭയങ്കരമായ തോര മനസ്സിൽ വന്നപ്പോ രണ്ടും കൽപ്പിച്ച് പുറത്തിറങ്ങിയിരുന്നല്ലോ. എന്തായാലും ആ ഒരു ഇൻസിഡന്റിന് ശേഷം അവൾക്ക് പതിയെ ആളുകളെ ഫേസ് ചെയ്യാനായിട്ടുള്ള മടി മാറി വന്നതുകൊണ്ട് തന്നെ അവൾ ജനാലയൊക്കെ മറച്ചൊട്ടിച്ച് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചിളക്കി കളയുകയും പതിയെ വെട്ടത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾക്ക് അങ്ങനെ കാണുമ്പോൾ കങ്ങ് ക്ലാസ് റൂമിലേക്ക് എത്തുന്ന ടൈം അവളെ എല്ലാ കുട്ടികളും കൂടി ഭയങ്കരമായി കളിയാക്കുകയാണ്. മുന്നേ ആ ബുള്ളി പെണ്ണായ കിം കങ്ങിന്റെ ലോക്കർ തുറന്ന് അതിൽ നിന്ന് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ എടുത്തിരുന്നല്ലോ. ഒരു ലവ് ലെറ്റർ കണക്കാണുള്ളത്. അപ്പൊ അതൊക്കെ വായിച്ച് അതിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ വെച്ച് അവൾ അവിടെ ബോർഡിലൊക്കെ മോശമായി കങ്ങിനെ പറ്റി ഓരോന്ന് എഴുതുകയും മറ്റു കുട്ടികളുടെ കൂടെ ചേർന്ന് ഭയങ്കരമായി കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. കങ്ങിനത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പൊതുവെ റിയാക്ട് ചെയ്യാതെ മാറിപ്പോകാറുള്ള കങ്ങിന് കൺട്രോൾ പോകുന്നുണ്ട്. അവൾ കിമ്മിന്റെ കയ്യിൽ നിന്ന് ആ ഒരു കാർഡ് തട്ടിപ്പറിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും കിം വിട്ടുകൊടുക്കാതെ കങ്ങിനെ ഉപദ്രവിക്കുന്നു. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് അവരുടെ ടീച്ചറായ ലീ എത്തുന്നത്. ലീക്ക് ഈ സീൻ കണ്ട് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. പ്രശ്നമുണ്ടാക്കുന്നത് കിമ്മാണെന്ന് മനസ്സിലാക്കി കിമ്മിനെ വഴക്ക് പറഞ്ഞ് ലീ കയ്യിലുണ്ടായിരുന്ന കാർഡ് മേടിച്ച് വലിച്ചു കീറി കളയുന്നുണ്ട്. കിമ്മിന് പക്ഷെ വഴക്ക് കേട്ടിട്ടും ഒരു കൂസലുമില്ല. പിന്നെ എന്ന ഒരു മട്ടിലാണ് കിമ്മിന്റെ നിൽ. പക്ഷെ കങ്ങ് ഭയങ്കരമായി കരയാണ് അവിടെ നിന്നുകൊണ്ട്. തുടർന്ന് ലീ കങ്ങിനോട് തനിയെ സംസാരിക്കുന്നു. ലീ അവളെ ആശ്വസിപ്പിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ കങ്ങിന് ഉണ്ടായിരുന്നില്ല. എനിക്ക് പോകണമെന്ന് പറഞ്ഞു അവൾ ടീച്ചർ ലീ പറയുന്നതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തെങ്കിലും അന്ന് ക്ലാസ്സിൽ ഏറ്റവും ലാസ്റ്റ് വീട്ടിലേക്ക് പോകാനായി ഇറങ്ങുന്നത് കങ്ങാണ്. ആ ഒരു ടീം അവളുടെ ലോക്കറിന്റെ അവിടെ എത്തുന്ന അവൾ അകത്തൊരു കണ്ണാടി ഇരിക്കുന്നത് കാണുന്നു. അത് ആരുടേതാണ്, ആരവിടെ വെച്ചു എന്നത് അവൾക്ക് അറിയില്ല. എങ്കിലും അത് കയ്യിലേക്ക് എടുക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹാനാണ്. ഹാൻ ആകട്ടെ ജോങ്ങിന്റെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അവിടെ എത്തുന്നു. അകത്തേക്ക് എത്തുമ്പോഴേക്കും ഹാൻ അവിടെ എല്ലാം വെട്ടമടിച്ച് പരിശോധിക്കുകയാണ്. ഈ സമയം മുന്നേ വന്ന ആ ഒരു പോലീസുകാരന് സംശയാസ്പദമായ ഒരു മുറി തോന്നിയിരുന്നല്ലോ. ഭയങ്കര ഒരു വ്യത്യസ്തമായ ചുവന്ന പെയിന്റ് അടിച്ച കണക്കുള്ള ഒരു മുറി. അവിടെ തന്നെയാണ് ഹാൻ വന്ന് നിൽക്കുന്നത്. ഹാനും അവിടെ എന്തോ ഒരു വിയേർഡ് ആയ ഫീലിംഗ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് സൂക്ഷ്മമായി ഭിത്തി പരിശോധിക്കുമ്പോഴാണ് ഇത് ചുവപ്പ് പെയിന്റ് അല്ല മറിച്ച് ചുവന്ന വരകളാണ് ആ ഒരു ഭിത്തി നിറയെ ഉള്ളതെന്ന് ഹാൻ കണ്ടെത്തുന്നു. പക്ഷെ അത് എന്താണ് ഏതാണെന്ന് ഹാനിന് മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നീട് നമ്മൾക്ക് അങ്ങനെ കാണുമ്പോൾ അവൾക്ക് അവളുടെ ലോക്കറിൽ ആ ഒരു വെച്ച രീതിയിൽ കിട്ടിയ ഒരു കണ്ണാടി ഉണ്ടല്ലോ അതുമായി വീട്ടിലേക്ക് എത്തി അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അത് വെച്ച് നോക്കുമ്പോഴേക്കും അവളുടെ തലയിൽ കൂടി ഒരു ചുവപ്പ് ലൈൻ പോകുന്നത് അവൾക്ക് കാണാം. ഇത് എന്താണ് ഏതാണെന്ന് മനസ്സിലാവാതെ അവൾ ആകെ കീഴിൽ പോയി നിൽക്കാൻ. അപ്പോഴാണ് വീട്ടിലേക്ക് ഹാൻ വരുമ്പോൾ ഹാന്റെ തലയിൽ കൂടി ഒരുപാട് ചുവപ്പ് ലൈൻ. പെട്ടെന്ന് കണ്ടവൾ പേടിച്ച് നിലവിളിച്ച് റൂമിനകത്തേക്ക് ഓടി പോകുമ്പോൾ ഇവളെന്തിനും എന്നെ കണ്ട് പേടിച്ച് ഓടുന്നതെന്ന് ഹാനിന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് എന്താണ് സംഭവം എന്ന് കണ്ടുപിടിക്കണമല്ലോ എന്ന് വിചാരിച്ച് കങ്ങ് പതിയെ ആ കണ്ണാടിയും ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവൾക്ക് അവിടെയുള്ള ആളുകളുടെ തലയിലൊക്കെ ഈ ഒരു ചുവപ്പ് ലൈൻ കാണാം. അവളിങ്ങനെ അതുകൊണ്ട് അന്തം വിട്ട് നടന്നു പോകുന്ന കാഴ്ച ഷിൻ കാണുന്നുണ്ടായിരുന്നു. ഓൾറെഡി ഷിന്നിന് മുന്നേ ആ ഒരു ജിയോങ്ങിന് കണ്ണാടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവന് ചുവപ്പ് ലൈൻ കാണാൻ സാധിക്കുന്നത് എന്നൊരു ഡൗട്ട് ഫീൽ ആയിരുന്നു. ഇപ്പോ കങ്ങും അതേ ഒരു കണ്ണാടി ധരിച്ച് ആകെ കിളി പോയ അവസ്ഥയിൽ നടന്നു പോകുന്നത് കണ്ട് ഷിന്നിന് എന്തൊക്കെയോ ഡൗട്ട് ഫീൽ ആവുന്നുണ്ട്. അപ്പോഴേക്കും കങ്ങിന് ഒരു കാര്യം മനസ്സിലാവുന്നു. അവൾ കാണുന്നവരുടെ ഒക്കെ തലയിൽ ഈ ലൈൻ ഉണ്ട്. 1, 2, 3 എണ്ണാൻ പറ്റാത്ത അത്രയും ലൈനൊക്കെ ഉണ്ട്. ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ അടുത്തടുത്തുണ്ടെങ്കിൽ അവരുടെ രണ്ടുപേരും തലേന്ന് പോകുന്ന ഈ ലൈൻ മാച്ച് ആവുന്നതും അവൾക്ക് കാണാം. അപ്പൊ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് ഈ ലൈൻ എന്നത്. എന്തായാലും അവൾ അടുത്ത ദിവസം സ്കൂളിൽ പോകുന്നതും ഈ കണ്ണാടി ധരിച്ചുകൊണ്ടാണ്. സ്കൂൾ കുട്ടികളുടെ തലയിലും ഈ ലൈൻ അവൾ ഒരുപാട് കാണുന്നുണ്ട്. ടീച്ചേഴ്സിന്റെ തലയിലും കാണുന്നുണ്ട്. ആകെപ്പാടെ അവരുടെ ഇംഗ്ലീഷ് ടീച്ചറിന്റെ തലയിൽ മാത്രം ഒരു ലൈൻ പോലും ഇല്ല എന്നത് അവൾ ശ്രദ്ധിക്കുന്നു. കൂടാതെ അവളുടെ ബുള്ളി പെണ്ണുണ്ടല്ലോ കിമ്മിന്റെ തലയിൽ കൂടിയും ലൈൻ പോകുന്നുണ്ട്. അതിൽ ഒരു ലൈൻ മാച്ച് ആവുന്നത് അവരുടെ കൊറിയൻ സാറിന്റെ ലൈനുമായിട്ടാണെന്ന് മനസ്സിലാക്കുന്ന അവളാവും. അപ്പൊ ഇവര് തമ്മിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തെങ്കിലും അന്ന് കങ്ങനെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ സ്റ്റുഡന്റ് പഠിക്കാനായി എത്തുന്നുണ്ട്. ആ സ്റ്റുഡന്റ് മറ്റാരുമല്ല നമ്മുടെ ഷിന്നാണ്. ഷിന്നിനോട് ടീച്ചർ സ്കൂളിൽ പുതുതായി വന്ന കുട്ടിയല്ലേ അവൾ, അതുകൊണ്ട് ക്ലാസ്സിൽ ഒരു സെൽഫ് ഇൻട്രോ പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്തായാലും ടീച്ചർ പിന്നീട് അവളോട് സീറ്റിൽ പോയി ഇരിക്കാനായി പറയുമ്പോൾ ഷിന്നെന്താ എടുപിടിയെന്ന് ഇവിടെ പഠിക്കാനായി വന്നതെന്ന് മട്ടില് കങ്ങ് അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഇതേ ടീം കിമ്മും അവളുടെ ബുള്ളി ഗ്യാങ്ങും ഒക്കെ തന്നെ അവർക്ക് പുതിയൊരു ഇരയെ കിട്ടിയല്ലോ എന്ന ഒരു സന്തോഷത്തിലാണ് ഷിന്നിനെ നോക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ ഹാനിനെ കാണുമ്പോൾ ഹാൻ ആകട്ടെ ജിയോങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. ജിയോങ് എന്തിനാണ് ഈ കൊല ചെയ്തതെന്നൊക്കെ മനസ്സിലാവണ്ടേ. അപ്പൊ അതിനുവേണ്ടി അന്വേഷിക്കുമ്പോഴാണ് ജിയോങ്ങിന്റെ ചില ഫോട്ടോയിൽ കണ്ണാടി വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത്. പക്ഷെ ജിയോങ്ങിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിരുന്ന സാധനങ്ങളിൽ കണ്ണാടി
കണ്ണാടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ണാടിയെ പറ്റി അന്വേഷിക്കാനായി ജിയോങ് ജോലി ചെയ്തിരുന്ന ഇടങ്ങളിൽ പോകുന്നു. ജിയോങ് ഈ ലാസ്റ്റ് ആയി ജോലി ചെയ്ത സ്കൂളിന് മുന്നേ മറ്റൊരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നല്ലോ, ആ ഒരു സ്കൂളിലായിരുന്നു കങ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്കാണ് ഹാൻ അന്വേഷിക്കാനായി പോകുന്നത്. അവിടെ എത്തുന്ന ഹാൻ ലീ എന്ന ടീച്ചറിനെ പരിചയപ്പെടുന്നുണ്ട്. അവരാകട്ടെ കങ്ങിന്റെ അങ്കിളാണ് ഹാൻ എന്ന് അറിയുമ്പോൾ കങ്ങിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാനായിട്ടായിരിക്കും വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഇൻസിഡന്റിന്റെ കാര്യമായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും ഹാൻ ചോദിക്കുന്നത് ജിയോങ്ങിനെ പറ്റിയാണ്. അങ്ങനെ ഹാൻ പറയുമ്പോഴാണ് ജിയോങ് ഒരു കൊലപാതകത്തിലെ സസ്പെക്ട് ആണ്, ആള് മരിച്ചു എന്ന കാര്യങ്ങളൊക്കെ ലീയും അറിയുന്നത്. എന്തായാലും ജിയോങ് കണ്ണാടി വെക്കാറുള്ള ഒരാളാണോ എന്ന് ഹാൻ തിരക്കുമ്പോൾ അങ്ങനെയൊന്നും അറിയില്ല എന്നൊക്കെ ലീയും പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് പോകുന്നതിന് മുന്നേ ലീ ആകട്ടെ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ ബട്ടൺസ് തെറ്റിച്ച് ഇട്ടിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുന്ന ഹാൻ അത് പറയുകയും ലീ പെട്ടെന്ന് തന്നെ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞത് മാറ്റുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹാൻ അവിടെ നിന്ന് പോയ ശേഷം നമ്മൾ കാണുന്നത് കിമ്മും പെമ്പിള്ളാരും റൂഫ് ടോപ്പിലേക്ക് കങ്ങിനെ കൊണ്ടുപോയി കാശ് ചോദിച്ച് ബുള്ളി ചെയ്യുന്നതാണ്. കങ്ങ് കാശ് തരാൻ പറ്റില്ല എന്ന് വെറുതെ ശല്യപ്പെടുത്തിയിരുന്നെന്ന് എതിർത്ത് സംസാരിക്കുമ്പോൾ ദേഷ്യം വന്ന് കിം നീ അങ്ങനെയൊക്കെ സംസാരിക്കാറായോ എന്ന് ചോദിച്ച് കങ്ങിനെ ഉപദ്രവിക്കാനായി തുടങ്ങുന്നു. ആ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന ഷിൻ കങ്ങിനെ ഉപദ്രവിക്കരുതെന്ന് കിമ്മിനോട് പറയുമ്പോഴേക്കും നീ ഇവക്ക് സപ്പോർട്ട് പിടിക്കാൻ വന്നാണോ എന്ന് ചോദിച്ചാൽ ഷിന്നിനെ ഉപദ്രവിക്കാനായി കിം ഒരുങ്ങുമ്പോഴേക്കും ഷിന്നാകട്ടെ ഇപ്പൊ അവിടുന്ന് വീഴുന്നുള്ള രീതിക്ക് കിമ്മിന്റെ തന്നെ ടൈയും പിടിച്ച് ഇങ്ങനെ തൂങ്ങിക്കിടപ്പാണ്. വീണ ഞാനും വീഴും നീയും വീഴും പറഞ്ഞ് ഷിൻ പേടിപ്പിക്കുമ്പോൾ പേടിയാവുന്ന കിം അയ്യോ എന്നൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഇനി എന്നെ ഉപദ്രവിക്കില്ലെന്ന് പറഞ്ഞാൽ വെറുതെ വിടാന്ന് ഷിൻ പറയുമ്പോൾ പേടിച്ച് കിം അതിന് സമ്മതിക്കുന്നുണ്ട്. സത്യത്തിൽ ഷിൻ ഇപ്പൊ ചെയ്ത ഈ കാര്യത്തില് കിം ആകെ പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അപ്പോഴേക്കും ജിയോങ്ങിനെ പറ്റി അന്വേഷിക്കാനായി ഹാൻ ജിയോങ് റെഗുലറായി പോകാറുള്ള ഒരു ബാറിലേക്ക് ചെല്ലുന്നു. അവിടെയുള്ള അറ്റൻഡറിനോട് ചോദിക്കുമ്പോൾ റെഗുലറായി ഇവിടെ വരുന്ന ഒരാളാണ് ജിയോങ്. ഇവിടെ വന്നിരുന്ന് ആളുകളുടെ തലയിൽ എന്തോ വരാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണാറുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ചില കസ്റ്റമേഴ്സ് താൻ എന്താണോ കമന്റ് അടിക്കുകയാണെന്നൊക്കെ ചോദിച്ച് ജിയോങ്ങുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ജിയോങ്ങിന്റെ ഹാൻ കാണിച്ച ഫോട്ടോയിൽ കണ്ണാടി ഇല്ലായിരുന്നു. അത് നോട്ട് ചെയ്യുന്നുണ്ട്. കാരണം എപ്പോഴൊക്കെ ജിയോങ് ഈ ബാറിൽ വരാറുണ്ടോ അപ്പോഴൊക്കെ സ്ഥിരമായി കണ്ണാടി വെക്കാറുണ്ടായിരുന്നു എന്നും ഹാനിനോട് പറയുന്നു. എന്തെങ്കിലും അന്ന് രാത്രി കൊറിയൻ ടീച്ചറിന്റെ കൂടെ കിം പുറത്തൊരു ഹോട്ടലിൽ റൂം എടുക്കാൻ പോകുന്ന കാഴ്ചയൊക്കെ കങ്ങ് ഫോട്ടോ എടുത്ത് പിന്നീട് അത് കിമ്മിന് തന്നെ സെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും കിം ഒട്ടും പേടിക്കുന്നില്ല. എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ മൈനറാ, സാറിനെ ഈ ഒരു കാര്യം പുറത്തറിഞ്ഞാലോ പ്രശ്നമാവുള്ളൂ എന്ന് കിം തിരിച്ച് കങ്ങിന് മെസ്സേജ് അയക്കുന്നു. എന്തായാലും കങ്ങ് ആകട്ടെ ഇതേ ഫോട്ടോ അടുത്ത ദിവസം കൊറിയൻ ടീച്ചറിന്റെ നമ്പറിലേക്ക് ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് പുറത്തറിയാതിരിക്കാനായി കുറച്ച് വലിയൊരു തുകയും ആവശ്യപ്പെടുന്നു. സാറിന് ആകെ ടെൻഷൻ ആവുന്നു. കാരണം ഇത് വലിയ ഇഷ്യൂ ആയി മാറും. സാർ ഒരു മൈനറായ പെൺകുട്ടിയെ പ്രണയിക്കുന്നു എന്നത് സാറിന്റെ ജോലി നഷ്ടപ്പെടാനും കേസിലാവാനും പിന്നീട് ഒരിക്കലും ഒരു അധ്യാപക ജോലിക്ക് പോകാതിരിക്കാനുള്ള വകുപ്പ് എല്ലാം കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാറിന് ആകെ പാടെ പേടി. സാർ പിന്നീട് പബ്ലിക്കിന്റെ മുന്നിൽ കിമ്മിനോട് ഭയങ്കര ഹാർഷായി പെരുമാറുകയും എന്നാൽ പിന്നീട് അവളോട് തനിയെ കണ്ട് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് ഈ ഒരു ഫോട്ടോ എടുത്തത് കങ്ങാണ്, എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല, സാറിന് കുഴപ്പമുള്ളൂ, അതുകൊണ്ട് സാർ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡീൽ ചെയ്തോളൂ എന്ന്. ഇത് മാത്രമല്ല അവരുടെ സയൻസ് സാറിനും മാക്സ് മിസ്സിനും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന കാര്യവും മനസ്സിലാക്കുന്ന കങ്ങ് അവരൊന്നിച്ചുള്ള ഫോട്ടോയും എടുത്ത് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ആ ഒരു കണ്ണാടി കിട്ടി ആളുകളുടെ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചതോടുകൂടി കങ്ങിന്റെ ആറ്റിറ്റ്യൂഡ് ആകെ മൊത്തത്തിൽ മാറുന്നുണ്ട്. അവൾ ഇപ്പോൾ ഒട്ടും പേടിക്കാതെ വളരെ കൂളായി ആളുകളെ നേരിടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടെന്ന രീതിയിലാണ് ആളുകളോട് ഇപ്പോൾ ഇടപെടുന്നത്. ഈവൻ അതിന്റെ ഇടയിൽ നല്ലപോലെ കിമ്മിനിട്ട് പണി കൊടുക്കാനും അവൾ നോക്കുന്നുണ്ട്. കാരണം ഒരു പയ്യനുമായി കിം ക്ലാസ്സിൽ ലൈൻ അടിക്കാറുണ്ടായിരുന്നു. ആ പയ്യനോട് തന്നെ ഏതാണ്ട് അടുപ്പമുള്ള കണക്കൊക്കെ കിമ്മിന്റെ മുന്നിൽ വെച്ച് പോലും കങ്ങ് പെരുമാറാൻ തുടങ്ങുന്നുണ്ട്. ഇതിലും അവൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവളുടെ ഫ്യൂച്ചർ നന്നാക്കണം എന്ന ഉദ്ദേശത്തിലാണ്. അതായത് ഈ സാറുമാരെ ഭീഷണിപ്പെടുത്തി ഈ കാര്യം പുറത്ത് പറയണമെങ്കിൽ കുറച്ച് കാശ് ആവശ്യപ്പെട്ട് ആ കാശുമായി തന്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ആക്കുക എന്നാണ് അവൾ വിചാരിക്കുന്നത്. ഇതിൽ അവൾ ആകെ മൊത്തത്തിൽ മാറിയ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്ന ഷിന്നാകട്ടെ അവളുടെ അടുത്ത് ചെന്ന് നീ എന്തിപ്പോ പതിവില്ലാതെ കണ്ണാടിയൊക്കെ വെക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കാഴ്ചയ്ക്ക് ഒരു മങ്ങൽ, അതുകൊണ്ടാണെന്ന് കങ്ങ് പറയുന്നുണ്ടെങ്കിലും അല്ല ഈ കണ്ണാടി വെച്ച് നിനക്ക് റെഡ് ലൈൻ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ എന്ന് ഷിൻ ചോദിക്കുമ്പോൾ ഇവർക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് പറ്റില്ല. കങ്ങ് ഒന്ന് ഞെട്ടുന്നുണ്ട്. അതൊന്ന് ഉറപ്പിക്കാനായി തന്നെ അല്ല എന്റെ തലയുടെ മുകളിൽ എത്ര റെഡ് ലൈൻ ഉണ്ടെന്ന് കങ്ങ് ചോദിക്കുമ്പോൾ ഒന്നെന്ന് പറയുന്ന ഷിൻ അവിടെയുള്ള ഓരോരുത്തരുടെയും പേര് പറഞ്ഞു അവരുടെ തലയുടെ മുകളിൽ എത്ര ലൈൻ ഉണ്ടെന്ന് അക്കമിട്ട് പറയുന്നു. കൂട്ടത്തിൽ ആ സാറുമാരുടെ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ ഇവൾക്കപ്പോ ഇത് കൺഫേം ആയിട്ട് അറിയാമെന്ന് കങ്ങ് മനസ്സിലാക്കുന്നുണ്ട്. ഈ കണ്ണാടി നിനക്ക് എവിടുന്ന് കിട്ടിയെന്ന് ഷിന്നിന്റെ ചോദ്യത്തിന് എനിക്കറിയില്ല, എന്റെ കബോർഡിനകത്ത് ഇരുന്നതാണെന്ന് കങ്ങ് പറയുമ്പോൾ ഇത് നീ ഉപയോഗിക്കേണ്ട, ഇത് വെച്ച് നിനക്ക് ഒരുപാട് ആപത്ത് വരുമെന്ന് ഷിൻ പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാനായി കങ്ങ് തയ്യാറായതേയില്ല. എന്തെങ്കിലും അന്ന് വൈകിട്ട് കങ്ങ് ആയിട്ട് അവളുടെ ബോയ് ഫ്രണ്ടുമായി ഒരു ഹോട്ടലിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യും പിന്നീട് ഒരു ഫോട്ടോ ബൂത്തിൽ പോയി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരെ ഫോളോ ചെയ്തെത്തുന്ന കിം ആകട്ടെ പുറത്തു വെച്ചിരുന്ന കങ്ങിന്റെ ബാഗിൽ നിന്ന് ഒരു കണ്ണാടി മോഷ്ടിക്കുന്നുണ്ട്. കാരണം ഷിന്നും കങ്ങും മുന്നേ കണ്ണാടിയെ പറ്റി സംസാരിക്കുന്നത് കിം കേട്ടിരുന്നു. അങ്ങനെ പിന്നീട് തന്റെ കയ്യിൽ നിന്ന് കണ്ണാടി മിസ്സായി എന്ന് മനസ്സിലാക്കുന്ന കങ്ങിന് ആകെ ടെൻഷൻ ആവുന്നു. അവൾ പലയിടങ്ങളിലും കണ്ണാടി തേടി നോക്കുന്നുണ്ടെങ്കിലും കിട്ടാതാവുമ്പോൾ ഒരുപക്ഷെ ഈ കണ്ണാടി അപകടമാണ്, ഇത് യൂസ് ചെയ്യരുതെന്ന് തന്നോട് പറഞ്ഞ ഷിന്നായിരിക്കും ഈ കണ്ണാടി എടുത്തതെന്ന ദേഷ്യത്തിൽ കങ്ങ് വേഗം അവളെ വിളിച്ച് എന്നെ വട്ടുപിടിപ്പിക്കരുത്, വേഗം എന്റെ കണ്ണാടി തിരിച്ചു വന്നൊക്കെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഷിന്നിനൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാനിപ്പോ സ്കൂൾ വരെ പോയിട്ട് വന്നിട്ട് നിനക്കിട്ട് തരാമെന്ന് ഷിൻ കണ്ണാടി എടുത്തില്ലെന്ന് പറഞ്ഞിട്ടും അതിൽ വിശ്വാസമില്ലാതെ കങ്ങ് വേഗം കോള് കട്ട് ചെയ്യുമ്പോൾ ഇവളെന്തൊക്കെ പറയുന്ന കണ്ണാടി ഞാൻ എടുത്തെന്നോ, പിന്നെന്തിനാ അവൾ ഈ രാത്രി സമയത്ത് സ്കൂളിൽ പോകുന്നതെന്നൊക്കെ. ഇത് കേട്ട് ഷിന്നിനൊന്നും മനസ്സിലാവുന്നില്ല. ആക്ച്വലി കങ്ങ് ഇപ്പോ സ്കൂളിലേക്ക് പോകാൻ കാരണം അവൾക്ക് അല്പം മുന്നേ ഈ കണ്ണാടി മിസ്സായി എന്ന് അറിയുന്നതിന് മുന്നേ അവളുടെ കൊറിയൻ ടീച്ചറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, അവൾക്ക് കൊടുക്കാനുള്ള കാശ് സെറ്റാക്കിയിട്ടുണ്ട് വരാൻ പറഞ്ഞു. ഇങ്ങനെ അത് വാങ്ങാനായിട്ടാണ് അവളിപ്പോ സ്കൂളിന്റെ അവിടേക്ക് പോകുന്നത്. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനാണ് എന്ന് സാറിനോട് ഒരു പക്ഷേ കിം ആയിരിക്കാം പറഞ്ഞു കൊടുത്തത്, അല്ലെങ്കിൽ സാർ കറക്റ്റായി എനിക്ക് തന്നെ മെസ്സേജ് അയക്കില്ലല്ലോ എന്ന്. എന്തായാലും അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ എവിടെ സാർ കാശെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കിപ്പോ ഒരുപാട് ജീവിത പ്രാരാബ്ദമുണ്ട്, ഇനി ഒരു കൊച്ചും കൂടി വരാൻ പോവാ, ഈ ജോലി എനിക്ക് നഷ്ടപ്പെടാൻ സാധിക്കില്ല, എന്റെ ഈ തരാൻ കാശൊന്നും ഇല്ലാന്ന് പറഞ്ഞ് സാർ അവളുടെ കാല് പിടിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും സാറിന്റെ വൈഫ് ഫോൺ ചെയ്ത് സാറിനോട് ഭയങ്കരമായി ദേഷ്യപ്പെടുകയും ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ മെസ്സേജിൽ സാറും കിമ്മും ഒന്നിച്ചുണ്ടായിരുന്ന ഒരു ഫോട്ടോ ആണുള്ളത്. ആക്ച്വലി ഈ ഫോട്ടോ സാറിന്റെ വൈഫിന് അയച്ചു കൊടുത്തത് കിം തന്നെയാണ്. പക്ഷെ സാർ വിചാരിക്കുന്നത് കങ്ങാണ് ഈ ഫോട്ടോ തന്റെ വൈഫിന് അയച്ചു കൊടുത്ത് തന്റെ ജീവിതം കുളവാക്കാൻ നോക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ സാർ അവളോട്
ഭയങ്കരമായി ഷൗട്ട് ചെയ്യാനായി തുടങ്ങുന്നു. പക്ഷേ താൻ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടില്ല എന്ന് ഉറപ്പുള്ള കങ്ങിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എന്തായാലും അപ്പോഴേക്കും കങ്ങ് മുന്നേ ഫോൺ ചെയ്ത് സ്കൂളിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് ആകെ പേടിയായി ഷിൻ. അവൾ എന്തിനാ ഇപ്പൊ സ്കൂളിൽ പോകുന്നത്, എന്തെങ്കിലും ആപത്തുണ്ടോ എന്ന് ടെൻഷനായി സ്കൂളിൽ അങ്ങോട്ട് ഓടി വരുമ്പോഴേക്കും അവൾ കാണുന്ന കാഴ്ച റൂഫ് ടോപ്പിൽ നിന്ന് താഴേക്ക് വീഴുന്ന കങ്ങിനെയാണ്. അങ്ങനെ ഷിൻ കാണുന്നത് അനക്കമില്ലാതെ ഇറക്കുന്ന കങ്ങിനെയായിരുന്നു. ആ ഒരു കാഴ്ച ഷിന്നിനെ ഒരുപാട് ഷോക്കാക്കുന്നു. അടുത്തേക്ക് എത്തുമ്പോൾ കങ്ങ് മരിച്ചു എന്ന് ഷിന്നിന് തോന്നുന്നുണ്ടെങ്കിലും എന്തോ ഒരു നേരിയ പ്രതീക്ഷ അവൾ ജീവൻ ബാക്കിയുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് തന്നെ ഷിൻ വേഗം തന്നെ കങ്ങിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. പ്രതീക്ഷകൾക്ക് തന്നെ കങ്ങ് പൂർണ്ണമായും മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ജീവന്റെ തുടിപ്പ് അവളിൽ ഉണ്ടായിരുന്നു. അത് ആ ഒരു റെഡ് ലൈൻ അപ്പോഴും തലയ്ക്ക് മുകളിൽ നിൽക്കുന്നത് കണ്ട് മനസ്സിലായതുകൊണ്ടാണ് ഷിൻ വേഗം ഹോസ്പിറ്റലിലേക്ക് അവളെ എത്തിച്ചത്. അങ്ങനെ കങ്ങ് അപകടം സംഭവിച്ച് ഹോസ്പിറ്റലായി എന്ന ഒരു കാര്യം അറിഞ്ഞു ഹാൻ വേഗം തന്നെ അവിടേക്ക് എത്തുന്നു. അവിടെ ഷിന്നിനെ കാണുന്ന ഹാൻ അവർക്ക് എന്താ പറ്റിയതെന്നെല്ലാം ചോദിക്കുമ്പോൾ സ്കൂളിന്റെ റൂഫ് ടോപ്പിൽ നിന്ന് വീണതാണെന്ന് ഷിൻ പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഹാനിന് ഈ സമയത്ത് എന്തിനും കങ്ങ് അവിടെ പോകണം എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. അതിനെപ്പറ്റി അവൻ ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, പക്ഷെ അത് നടന്നുവെന്ന് ഷിൻ പറയുമ്പോൾ നീ എന്തിനാ അവിടെ പോയതെന്നും ഹാൻ ചോദിക്കുന്നുണ്ട്. കാരണം ഷിന്നാണല്ലോ കങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്, എനിക്ക് അവള് തന്നെയാണ് അവിടേക്ക് പോവാന്ന് മെസ്സേജ് ചെയ്തത്, അതുകൊണ്ട് ഞാനും പോയെന്ന് പറയുന്ന ഷിന്നാകട്ടെ എന്തായാലും ഇതൊരു ആത്മഹത്യയല്ല, മറ്റ് എന്തോ ഒരു സംഭവം ഇതിന് പിന്നിലുണ്ട്, അത് ഉറപ്പാണെന്നും ഹാനിനോട് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ അടുത്ത ദിവസം സ്കൂൾ കാണുമ്പോൾ അവിടെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് നടക്കുകയാണ്. ഒരു അധ്യാപകൻ അന്ന് അവിടെ വന്നിട്ടുമില്ല. അപ്പൊ അധ്യാപകന്റെ കാര്യങ്ങളൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഒരു ടീച്ചറിന്റെ കണ്ണില് ആ ഒരു കണ്ണട കണ്ടിട്ട് ഒരു പന്തുകേട് തോന്നില്ലേ, ഈ റെഡ് ലൈൻ കാണാൻ സാധിക്കുന്ന കണക്ക് ഒരു കണ്ണടയാണ് അതെന്ന് തോന്നുന്നു. പുള്ളിക്കാരിയുടെ മറ്റും ഭാവം കണ്ടിട്ടും എന്തോ ഒരു പന്തുകേട്. എന്തായാലും പിന്നീട് നമുക്ക് അവിടുത്തെ മറ്റൊരു അധ്യാപകനെ കാണാം. അദ്ദേഹം അധികം വൈകാതെ വിദേശത്തേക്ക് പോകാനായി ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് വു എന്നാണ്. വിദേശത്ത് പോകുന്നതിന് മുന്നേ കുറച്ച് നാള് അദ്ദേഹം ഇവിടെ പഠിപ്പിക്കാൻ വരും. ഏതാണ്ട് ഇനി ഒരാഴ്ച കൂടി ഇവിടെ ഇനി കാണും. അങ്ങനെ അദ്ദേഹം കാനഡയിലേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ ചേച്ചിയെ കാണാനായി അദ്ദേഹം പോകുന്നുണ്ട്. ചേച്ചിയുമായും ചില പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറെ നാളും ഒന്നും മിണ്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ വിദേശത്തൊക്കെ പോകുമല്ലോ, അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചിയുടെ കൂടെയും ചേച്ചിയുടെ കുഞ്ഞിന്റെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. പിന്നീട് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ കാണുമ്പോൾ കങ്ങിപ്പോഴും കുറച്ച് സീരിയസ് ആയ കണ്ടീഷനിൽ തന്നെ തുടരുകയാണ്. അവളുടെ കൂടെ തന്നെ ഹാനുണ്ട്. ഷിന്നിനെയും നമുക്ക് അവിടെ കാണാം. ഷിന്നിന് ഈ നടന്ന കാര്യങ്ങളുടെ ആ ഒരു സത്യാവസ്ഥ കണ്ടെത്താഞ്ഞിട്ട് യാതൊരുവിധ സമാധാനവും ഇല്ല. കങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കണ്ണാടി മിസ്സായിരിക്കുന്നു. അത് ആരുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കാണ് ഷിന്നിന് ഭയങ്കരമായി ഡൗട്ട്. അതുകൊണ്ട് തന്നെ അവൾ പിന്നീട് സ്കൂളിലേക്ക് ചെന്ന് അവിടെ ആ കണ്ണട വെച്ചിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നുന്ന ആളുകളെയൊക്കെ നൈസായി ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഇപ്പൊ തന്നെ ഈ ഒരു പയ്യനെ കണ്ട് അവൻ കണ്ണാടി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവൾ ഈ കണ്ണാടി നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു വർഷത്തിന് മേളിലായ കണ്ണാടിയാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇതിപ്പോഴാണ് വെക്കുന്നതെന്ന് അവൾ ചോദിക്കുന്ന ടൈം ഞാൻ ഇടയ്ക്ക് ലെൻസാ വെച്ചോണ്ട് നടന്നത്, എന്തോ അതിപ്പോ ഒരു കംഫോർട്ട് ആയിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് കണ്ണാടി വെച്ചതാണെന്ന് അവൻ പറയുമ്പോൾ കണ്ണാടി വാങ്ങിച്ച് പരിശോധിക്കുന്ന അവൾക്ക് ഇത് സാധാ കണ്ണാടിയാണെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ആരുടെ കയ്യിലായിരിക്കും ആ കണ്ണാടി പോയിട്ടുണ്ടാവുമെന്ന് അവൾക്ക് ഭയങ്കരമായ ഡൗട്ട്. ഈ സമയം നമുക്ക് മറ്റേ കാനഡയിൽ പോകാനിരിക്കുന്ന അധ്യാപകനെ കാണാം, വു. അന്ന് രാവിലെ സാറിന്റെ ഡെസ്കിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഒരു കണ്ണാടി ഇരിക്കുന്നു. ഇത് ആരുടെ കണ്ണാടിയാ, ഇത് എന്റെ അല്ലല്ലോ മറ്റില്ല. സാറ് നോക്കുമ്പോഴേക്കും സാറ് ആ ഒരു സ്കൂളിൽ അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളല്ല. കുറച്ചധികം മിണ്ടുന്നത് കങ്ങിന്റെ ഒക്കെ ക്ലാസ് ടീച്ചറായ ലിയോട് മാത്രമാണ്. പുള്ളിക്കാരി കണ്ട് ആരുടെ കണ്ണാടി ഇവിടെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ ആരുടെ കണ്ണാടി അവനാ, സാറിന്റെ ടേബിളിൽ ഇരിക്കുന്നെങ്കിൽ സാറിന്റെ കണ്ണാടി ആയിരിക്കും, സാറ് വെച്ചോന്നേ, സാറിന് ചേരുമെന്നൊക്കെ പറഞ്ഞ് അവർ സംസാരിക്കുമ്പോൾ ആ കണ്ണാടി നോക്കുന്ന വൂന് വല്ലാത്തൊരു അട്രാക്ഷൻ അതിനോട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തൊന്ന് വെച്ച് നോക്കുമ്പോൾ ആളുകളുടെ തലയിലൂടെ റെഡ് ലൈൻ പോകുന്നത് വൂന് കാണാം. പക്ഷെ ഇത് എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നേ ഇല്ല. കറക്റ്റ് ആ ഒരു സമയത്താണ് അങ്ങോട്ടേക്ക് ഹാൻ എത്തുന്നത്. ഹാനിന്റെ തലയിൽ ഒരുപാട് റെഡ് ലൈൻ ഉണ്ടല്ലോ, അത്രയും പേരുമായി ഹാനിന് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. എന്തായാലും അത് നമ്മുടെ വൂന് അറിയില്ല. വൂ ഇങ്ങനെ ഈ വരയൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുക. ഹാൻ ഇപ്പോ വന്നത് കങ്ങിന്റെ ക്ലാസ് ടീച്ചറായ ലിയോടൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനായിരിക്കും കങ്ങ് സ്കൂളിലേക്ക് എത്തിയത്, എന്തായിരിക്കും ഇവിടെ വെച്ച് അവൾക്ക് സംഭവിച്ചത് എന്ന കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് ഹാൻ വന്നിരിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള ആരോട് വേണമെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാം, ഞാനും വേണ്ട ഹെൽപ്പ് ഒക്കെ ചെയ്യാമെന്ന് ക്ലാസ് ടീച്ചറായ ലീ ഹാനോട് പറയുന്നു. അങ്ങനെ അവിടെ കങ്ങിന്റെ ബോയ് ഫ്രണ്ടിനോട് ഹാൻ സംസാരിക്കുന്നുണ്ട്. കങ്ങിന് അപകടം പറ്റിയ ദിവസം തങ്ങൾ പുറത്തു പോയിരുന്നു എന്ന് പറയുന്ന ആ പയ്യൻ പക്ഷെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, പെട്ടെന്ന് നമ്മൾ പോവായിരുന്നു, ഫോട്ടോ ബൂത്തിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ വെപ്രാളം പിടിച്ച് എങ്ങോട്ടോ പോവായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. തുടർന്ന് അവിടുത്തെ CCTV ഫുട്ടേജ് ഹാൻ പരിശോധിക്കുമ്പോൾ ഫോട്ടോ ബൂത്തിൽ കയറുന്ന ടീം തന്റെ ബാഗ് കങ്ങ് പുറത്ത് വെച്ചിരിക്കുന്നതും കങ്ങ് കാണാതെ ആ ബാഗ് ആരോ വന്ന് എടുക്കുന്നതും അതിൽ നിന്ന് ഒരു കണ്ണാടിയൊക്കെ എടുത്തിട്ട് ഒരാൾ പോകുന്നതും ഹാൻ കാണുന്നുണ്ട്. ഹാൻ അത് ആരാണ് എന്താണെന്ന് മനസ്സിലായെന്ന് അറിയില്ല. എന്നാലും ആ കണ്ണാടിയൊക്കെ വെച്ച ശേഷം ആ ഒരു വ്യക്തി ചുറ്റിനുള്ളവരെ വളരെ വിയേർഡായി നോക്കുന്നതും തലയിലേക്കാണ് നോക്കുന്നതും ഒക്കെ ഉള്ളത് ഹാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹാൻ ഒരു പോലീസുകാരനായതുകൊണ്ട് പ്രത്യേകിച്ച് ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കും. അങ്ങനെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും പിന്നീട് നമ്മൾ കാണുന്നത് വൂനെയാണ്. വൂ ഇപ്പോ ചേച്ചിയുടെ വീട്ടിലാണല്ലോ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയായിട്ടുള്ള പിണക്കൊക്കെ കാരണം അങ്ങനെ ഇവിടെ വരാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ചേച്ചിയോടും ഹസ്ബൻഡിനോടൊക്കെ ഇരുന്ന് വളരെ കാര്യമായി വൂ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വൂ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ തലയിൽ നിന്നുള്ള റെഡ് ലൈൻ ചേച്ചിയുമായി കണക്ട് ആവുന്നു, ഒപ്പം തന്നെ മറ്റെങ്ങോട്ടും അത് കണക്ട് ആവുന്നു എന്നത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോ ഇതൊക്കെ കാണുമ്പോൾ വൂന് മനസ്സിലാവുന്നുണ്ട് താൻ ഈ കണ്ണട ധരിച്ച ശേഷം കാണുന്ന ഈ റെഡ് ലൈൻ എന്ത് സൂചിപ്പിക്കുന്ന റെഡ് ലൈൻ ആണെന്ന കാര്യം. അങ്ങനെ തന്റെ അളിയൻ ഒരു ചീറ്ററാണ് എന്ന ആ ഒരു കാര്യം വൂ തിരിച്ചറിയുന്നുണ്ട്. വൂനത് സഹിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. കാരണം വൂവിന്റെ അച്ഛനും ഇതുപോലെ മറ്റൊരു ബന്ധം കാരണം കുടുംബം തകർത്ത ഒരാളാണ്. അപ്പൊ വൂവിനും അവന്റെ പേഴ്സണൽ ലൈഫിൽ ഗേൾ ഫ്രണ്ടിൽ നിന്ന് ഒരുപാട് വലിയ ചതിയൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനിത് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവനിത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ നീ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ പക്ഷെ നേരിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അതിനൊരു അവസരം നോക്കിയിരിക്കുമ്പോഴേക്കും അധികം വൈകാതെ തന്നെ വൂ ചേച്ചിയുടെ വീടിന്റെ അവിടേക്ക് എത്തുമ്പോൾ അവിടെ ഒരു പാഴ്സൽ ഡെലിവർ ആയിട്ടുണ്ട്. വീടെന്ന് പറഞ്ഞാൽ അപ്പാർട്ട്മെന്റ്
വീട്ടിലാണ് ചേച്ചി താമസിക്കുന്നത്. അപ്പൊ അവിടെ ഇപ്പൊ ഡെലിവറി ആയിരിക്കുന്നത് 4th ഫ്ലോറിലെ ആർക്കുള്ള പാഴ്സലാണ്. അത് ഇവിടെ വന്നിരിക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന വൂ അത് കണ്ടപാടെ അളിയന്റെ ആ ഒരു കണക്ഷൻ 4th ഫ്ലോറിൽ എവിടെയോ ആണുള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് അത് ഡെലിവറി ചെയ്യാനായി ചെല്ലുന്നുണ്ട്. കറക്റ്റ് ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ മുന്നിലെത്തുമ്പോൾ പക്ഷേ വൂന് കോളിംഗ് ബെൽ അടിക്കണോ ഡോർ ഓർക്കണോ എന്നൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും അപ്പോഴേക്കും ആരോ ഡോർ ഓർന്ന് പുറത്തേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കുന്ന വൂ മാറി നിൽക്കുമ്പോൾ അവിടെ ഒരു ലേഡിയാണ് കാണുന്നത്. ഈ ലേഡിയുമായിട്ടാണ് തന്റെ അളിയന് കണക്ഷൻ ഉള്ളതെന്ന് വൂ മനസ്സിലാക്കുന്നു. കൂടാതെ അവരാകട്ടെ അത് എനിക്കുള്ളതല്ല നിനക്കുള്ള പാഴ്സലാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫോണിൽ കൂടി ആരോട് സംസാരിച്ച് നടന്നു പോകുന്നതും കൂടി കേൾക്കുമ്പോൾ തന്റെ അളിയനോട് തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അവിടെ ഡെലിവർ ആയ പാഴ്സലിനെ പറ്റിയാണ് ഇവർ പറയുന്നതെന്ന് വൂനും മനസ്സിലാവുന്നു. അങ്ങനെ പിന്നീട് ചേച്ചിയെ കാണുമ്പോൾ ചേച്ചി ചതിക്കപ്പെടുകയാണല്ലോ എന്ന ഒരു തിരിച്ചറിവ് ഭയങ്കരമായി തന്നെ വൂവിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. വൂ അത് ചേച്ചിയോട് തുറന്ന് പറഞ്ഞോ ഇല്ലയോ എന്ന് ഇപ്പൊ അറിയില്ല. എന്തായാലും വൂ ആകെ ഡിസ്റ്റർബ്ഡ് ആയി അവിടെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും കങ്ങനെ എപ്പോഴും ഉപദ്രവിക്കാറുണ്ടായിരുന്ന പാർക്കിന് ഒരു അധ്യാപകനുമായി റിലേഷൻ ഉണ്ടായിരുന്നല്ലോ. അതിന്റെ ഫോട്ടോ കങ്ങിന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും കങ് അത് പോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ആരാണത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. ആ ഫോട്ടോ ഇപ്പോ വൈറലായിരിക്കുന്നു. അങ്ങനെ എല്ലാവരും അതിനെപ്പറ്റി അറിയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്ന് സംഭവ സ്ഥലത്തേക്ക് ഹാൻ എത്തുമ്പോൾ അവിടെ കാറിനുള്ളിൽ ആ അധ്യാപകൻ മരിച്ച നിലയിലുണ്ട്. അദ്ദേഹം ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ്. അടുത്ത് തന്നെ ആത്മഹത്യാ കുറിപ്പുമുണ്ട്. വിദ്യാർത്ഥിനിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ പേരിൽ തന്റെ ഫാമിലിയെ തനിക്ക് നഷ്ടപ്പെട്ടു, സമൂഹത്തിലുണ്ടായിരുന്ന മര്യാദ നഷ്ടപ്പെട്ടു, തന്റെ ജീവിതം തൊലഞ്ഞു. ഇനി ജീവിച്ചിട്ട് കാര്യമില്ലെന്നറിയാവുന്നതുകൊണ്ട് നാണം കെട്ട് ജീവിക്കാൻ വയ്യാത്തതുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന രീതിക്കായിരുന്നു ആ ഒരു ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷെ എന്തുകൊണ്ടോ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിട്ട് പോലും ഹാൻ അതൊരു ആത്മഹത്യയായി തോന്നുന്നില്ല. അതിലെന്തോ ഒരു പന്തികേട് ഹാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും പിന്നീട് ഹാൻ ഷിന്നിനെ കാണുന്നുണ്ട്. ഷിന്നിന് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുമെന്ന് അറിയാനേ ഷിന്നെ അങ്ങനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഹാൻ ചോദിക്കുമ്പോഴേക്കും കങ്ങ് ഒരു കണ്ണാടി ഇടുന്നുണ്ടായിരുന്നില്ലേ അവൾക്ക് അപകടം പറ്റുന്നതിന് മുന്നേ, ആ കണ്ണാടി എവിടെയാണെന്ന് അറിയാമോ എന്ന് ഷിൻ ചോദിക്കുമ്പോൾ എനിക്ക് അറിയില്ലെന്ന് ഹാൻ പറയുന്ന ടീം അത് കണ്ടുപിടിച്ചാൽ ഇതിനെപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ മനസ്സിലാവൂ എന്ന് ഷിൻ പറയുമ്പോൾ ആ കണ്ണാടിക്ക് എന്താ പ്രത്യേകത എന്ന് ഹാൻ ചോദിക്കുമ്പോൾ എനിക്ക് അതൊന്നും പറയാൻ അറിയില്ല. എന്തായാലും ആ കണ്ണാടി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നത് മാത്രം അവൾ പറയുന്നു. ആ കണ്ണാടിക്ക് നടക്കുന്ന സംഭവങ്ങളുമായി എന്തോ ഒരു ബന്ധമുണ്ടെന്ന് ഹാൻ അപ്പോഴേക്കും മറ്റേ CCTV ഫുട്ടേജിൽ കങ്ങിന്റെ ബാഗിൽ നിന്ന് ആ കണ്ണാടിയാണ് ആരാണ്ട് എടുത്തോണ്ട് പോയെന്ന് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് വൂനാണ്. വൂ അവന്റെ അളിയനെ ഫോളോ ചെയ്ത് ഒരു വലിയ റെസ്റ്റോറന്റിന്റെ അവിടെ എത്തുന്നുണ്ട്. ആ റെസ്റ്റോറന്റ് റൂംസും അങ്ങനെ സ്റ്റേ ഫെസിലിറ്റിയും ഒക്കെയുള്ള വലിയൊരു ബിൽഡിംഗിന്റെ കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ 4th ഫ്ലോറിലെ അപ്പാർട്ട്മെന്റിലെ താമസക്കാരിയുടെ കൂടെ തന്റെ അളിയൻ ഭയങ്കര കാര്യമായി സംസാരിച്ചിരിക്കുന്നതും അവർക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നതും അങ്ങനെ ഭയങ്കര കമ്പനി അടിച്ചിരിക്കുന്ന കാഴ്ചയാണ് വൂ കാണുന്നത്. വൂ ആകട്ടെ നേരിട്ട് അടുത്തേക്ക് ചെല്ലാതെ മാറി നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അളിയൻ എവിടെയാന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ഞാനൊരു മീറ്റിംഗിലാ ഫോണിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് അയാൾ കോള് കട്ട് ചെയ്യുന്നു. എന്തായാലും വൂ ഇതൊക്കെ കണ്ട് തന്റെ അളിയൻ അതിവിദഗ്ധമായി തന്റെ ചേച്ചിയെ പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കി ഭയങ്കര അമർഷത്തിൽ തന്നെ ഇരിക്കുകയാണ്. പക്ഷെ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടെ റൂംസ് ഉണ്ടെന്ന്. അവിടെ തന്നെയാണ് വീട്ടിലേക്ക് പോവാതെ അന്ന് തന്റെ അളിയൻ സ്റ്റേ ചെയ്യുന്നത്. കൂടെ ആ ലേഡി ഉണ്ടെന്നും മനസ്സിലാക്കുന്ന വൂ അവർ റൂമിലുള്ള ടൈം പോയി ഡോറ് തട്ടുമ്പോൾ വൂവിനെ ഒരിക്കലും അവിടെ അളിയൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ആള് പുറത്തേക്ക് എത്തുമ്പോൾ വൂ കയ്യോടെ പിടികൂടുന്നുണ്ട്. എന്റെ ചേച്ചിയെ പറ്റിക്കാൻ നിങ്ങളെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ വൂ അവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ ഇത് ഇന്നത്തോടെ ഞാൻ നിർത്താം, ഒരു അബദ്ധം പറ്റിപ്പോയതാ, നീ ഇന്നത്തെ ദിവസം ഒന്ന് സമയം തരും, ഇതോടെ എല്ലാം അവസാനിക്കും എന്ന് പറഞ്ഞ അയാൾ കാല് പിടിക്കുമ്പോൾ ശരി എന്റെ ചേച്ചിയെ ഓർത്ത് മാത്രം നിങ്ങളോട് ഞാൻ ക്ഷമിക്കാം, ഇന്നത്തെ ദിവസം ഞാൻ സമയം തരാം, നാളെ മുതൽ നിങ്ങൾ ഇവരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ വല്ല ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയുമെന്നും പറഞ്ഞ് അളിയനെ വൂ പേടിപ്പിക്കുന്നു. അടുത്ത ദിവസം അളിയൻ എല്ലാം തിരുത്തുമെന്ന പ്രതീക്ഷയിൽ ജോലിക്ക് പോകുന്ന വൂ ആകട്ടെ ഫോൺ എടുത്ത് അളിയന്റെയും അളിയന്റെ റിലേഷൻഷിപ്പ് ഉള്ള ആ ലേഡിയുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിക്കുന്നുണ്ട്. ഇവര് റിലേഷൻഷിപ്പ് കഴിഞ്ഞ ദിവസം രാത്രി കൊണ്ട് അവസാനിപ്പിക്കുന്ന രീതിക്കാണല്ലോ അളിയൻ വാക്ക് കൊടുത്തത്. അപ്പൊ അങ്ങനെ ചെയ്തെങ്കിൽ അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റ് ആ ലേഡി പോസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഇവർ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറാൻ നോക്കുന്ന അളിയനെ ത്രെട്ടൺ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ആ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു ടെൻഷന്റെ പുറത്ത് അങ്ങനെ വൂ പരിശോധിക്കുമ്പോൾ ആ ലേഡി അവർ പ്രഗ്നന്റ് ആണെന്ന രീതിയിൽ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വൂ കാണുകയും ആകെ ഞെട്ടിപ്പോവുകയും ചെയ്യുന്നു. കാരണം റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം എന്നൊരു തീരുമാനമാണ് അവർ എടുത്തതെങ്കിൽ ഇങ്ങനെ ഇപ്പൊ ഒരു പ്രഗ്നൻസി റിവീൽ പോസ്റ്റ് അവർ ചെയ്യില്ലല്ലോ. അപ്പൊ തീർച്ചയായും ഇത് തന്റെ ചേച്ചിയുടെ ലൈഫ് നശിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന വൂ വേഗം തന്നെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് പുറപ്പെടുന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും ആകെപ്പാട് കോലാഹലമായിരിക്കുകയാണ്. വൂവിന്റെ ചേച്ചി മറ്റേ ആ ലേഡിയുടെ കാറിൽ പർപ്പസ്ഫുള്ളി ചെന്ന് ഇടിക്കുന്നു. അത് കണ്ട് കുറെ പേര് ഓടിക്കൂടുന്നു. ഇത് കണ്ട് ആകെ ഞെട്ടി ചേച്ചി എല്ലാം അറിഞ്ഞോ, ചേച്ചി ഒന്നും അറിയരുത്, എല്ലാം ഡീൽ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നിട്ട് ചേച്ചി എല്ലാം അറിഞ്ഞോ എന്ന് ടെൻഷനില്ല വൂ അവിടേക്ക് ചെന്ന് ചേച്ചിയെ കാറിൽ നിന്ന് പതിയെ സമാധാനിപ്പിച്ച് പുറത്തേക്ക് ഇറക്കാൻ നോക്കുമ്പോൾ വൂവിനെ കണ്ട് ചേച്ചി ആകെ പൊട്ടിത്തെറിക്കുകയാണ്. നീ എന്തിനെങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് ചേച്ചി ഭയങ്കരമായി കരയുമ്പോൾ വൂനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും അളിയൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അളിയനെ കണ്ടുപാടെ എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ച് തന്നെ വെറുതെ വിടില്ലാന്ന് മറ്റുള്ള വൂ വയലന്റ് ആവുമ്പോഴേക്കും അയാൾ വൂവിനെ മൈൻഡാക്കാതെ മറ്റാ ലേഡിയെ തന്നെയാണ് കെയർ ചെയ്യുന്നത്. നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായി തന്നെ അവരെ കെയർ ചെയ്ത് അയാൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് കണ്ട് തന്റെ ചേച്ചിയും തടയുന്നില്ല. കൂടി നിന്നവർക്കും അതിലൊരു അതിശയോക്തി ഇല്ലാത്ത മട്ടില് നിൽക്കുന്നത് കണ്ട് വൂനൊന്നും മനസ്സിലാവുന്നില്ല. വൂ ചേച്ചിയോട് എന്താ ചേച്ചി ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴേക്കും ചേച്ചി പറയുന്നുണ്ട് ആക്ച്വലി അയാളുടെ വൈഫ് ആ ലേഡിയാണ്, ഈ ചേച്ചിയാണ് അയാളുമായി റിലേഷൻഷിപ്പ് വെച്ചിരുന്നത്. വൂവിന്റെ മുന്നിൽ പക്ഷെ തന്റെ ഹസ്ബൻഡാണ് എന്ന രീതിക്ക് പരിചയപ്പെടുത്തിയപ്പോഴും ലീഗലി മാരീഡ് അല്ല, അയാൾ മറ്റൊരാളുടെ ഹസ്ബൻഡ് ആണെന്നത് ചേച്ചി പർപ്പസ്ഫുള്ളി പറയാതിരുന്നതാണ്. എന്തായാലും ഇന്നലെ വൂ ചെന്ന് പേടിപ്പിച്ചതുകൊണ്ട് അയാൾ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷെ അത് വൂ കരുതിയതുപോലെ ഇയാൾ ചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലാത്തതുകൊണ്ടും ഇയാളുടെ ഭാര്യ പ്രഗ്നന്റ് ആണ് എന്ന ഒരു കാര്യം കൊണ്ടും ഇയാൾ ഭാര്യയുടെ കൂടെ ഇനി നന്നായി ജീവിക്കാം എന്ന ഒരു രീതിക്കാണ് തീരുമാനം എടുത്തത്. വൂ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ വൂവിന്റെ ചേച്ചിയുമായിട്ടുള്ള ആ ഒരു എക്സ്ട്രാ മാരിറ്റൽ
ഫിസിക്കൽ റിലേഷൻഷിപ്പ് തന്നെ അവസാനിപ്പിക്കാം എന്ന രീതിക്കാണ് ഇവരുടെ ഡിസിഷൻ എടുത്തത്. ഭൂ കാരണമാണ് അയാളിപ്പോ തന്നെ വേണ്ടെന്ന് പറഞ്ഞെന്ന് മനസ്സിലാക്കുന്ന ചേച്ചി ഭൂവിനോട് ഭയങ്കരമായ ദേഷ്യത്തിലും സങ്കടത്തിലും ഒക്കെ പെരുമാറുന്നു. ഭൂവിന് അയാൾ തന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെന്ന് കരുതി താൻ ഈ ചെയ്തത് വലിയ തെറ്റായി പോയി, ചേച്ചിക്ക് സഹായം എന്ന രീതിയിൽ താൻ ചെയ്തത് നേരെ പണിയാണ് അവിടെ നൽകിയതെന്ന് മനസ്സിലാവുന്നു. പക്ഷെ അപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനൊരു റിലേഷൻഷിപ്പിലാണല്ലോ ഉള്ളത്, താൻ എന്താണോ വെറുക്കുന്നത് അതാണല്ലോ തന്റെ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിക്ക് വലിയ ഞെട്ടലും അത് നൽകുന്നുണ്ട്. ആ ലേഡിക്കാകട്ടെ തന്റെ ഹസ്ബൻഡിന് ഈ ലേഡിയുമായി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന കാര്യങ്ങളൊന്നും തന്നെ അറിയേയില്ല. എന്തായാലും വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി പോയി. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും കങ്ങിന്റെ ഒരു ഡയറി ഹാനിന് കിട്ടുന്നുണ്ട്. അത് നോക്കുന്ന ഹാനിന് അതിൽ എന്തൊക്കെയോ കങ്ങ് കുത്തിക്കുറിച്ച് വെച്ചിരിക്കുന്നു എന്നതല്ലാതെ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ വേഗം അതുമായി ഷിന്നിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്താ ഇവിടെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് ആളുകളുടെ തലയുടെ മുകളിലൂടെ പോകുന്ന ആ ഒരു എസ് ലൈൻ ഉണ്ടല്ലോ, അതിനെ പറ്റിയുള്ള കങ്ങ് എഴുതിയ കാര്യങ്ങളൊക്കെ ഷിന്നിനെ കാണിച്ച് ഹാൻ ചോദിക്കുമ്പോൾ ഒടുക്കം ഷിൻ അത് പറയാണ്, ഇത് എസ് ലൈൻ ആണ്. ഒരാൾ എത്ര പേരുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നോ അത്രമധികം എസ് ലൈൻ ആളുടെ തലയുടെ മുകളിൽ കാണാൻ സാധിക്കും. ഒരുപാട് ലൈനുള്ള ആളുകളും ഉണ്ട്, അതിനർത്ഥം അവർ അത്രയും പേരുമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഇനി ഒരു ലൈൻ പോലും ഇല്ലാത്ത ആളുകളും കാണും, അവർക്ക് ഇതുവരെ ആരുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല എന്നതാണ് അതിന്റെ അർത്ഥം. എന്നിങ്ങനെ ഷിൻ എന്നൊക്കെ പറയുമ്പോൾ ഹാൻ ഇത് വിശ്വസിക്കാമോ എന്ന ഒരു രീതിക്ക് ആവുന്നുണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടോന്ന് കേൾക്കുമ്പോൾ ആർക്കും ഡൗട്ട് തോന്നില്ലേ. അതുകൊണ്ട് തന്നെ ഹാൻ ഒരുമാതിരി നിൽക്കുമ്പോൾ ഞാൻ പറയുന്നതിൽ വിശ്വാസം ഇല്ലല്ലേ എന്ന് ഷിൻ ചോദിക്കുമ്പോൾ ഇല്ല വിശ്വാസമുണ്ട്. ആക്ച്വലി ആ ഒരു കണ്ണാടി വെച്ചാൽ ഇത് കാണാൻ സാധിക്കല്ലേ, അപ്പൊ അതുകൊണ്ടാണോ ആ ഒരു കണ്ണാടി വെച്ച് തുടങ്ങിയ ശേഷം അവളൊന്ന് വിയേർഡായി പെരുമാറി തുടങ്ങിയതെന്ന് ആ കണ്ണാടി വെച്ച് തന്നെ കണ്ട ശേഷം പേടിച്ച് അപ്പാർട്ട്മെന്റിൽ നിന്ന് ഓടിപ്പോയിരുന്നില്ലേ കന്ന്, ആ കാര്യമൊക്കെ ഓർത്ത് ഹാൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ആ ഒരു ടീച്ചറിനെയാണ് കാണുന്നത്. പുള്ളിക്കാരി ആ ഒരു കണ്ണട ധരിച്ച ശേഷം ബാക്കിയുള്ളവരുടെ എസ് ലൈൻ എല്ലാം കാണാൻ സാധിക്കില്ല. പുള്ളിക്കാരിക്ക് പക്ഷെ ഒരു ഒറ്റ ലൈൻ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടീച്ചർക്ക് അതൊരു അപകർഷതാബോധം പോലെ തോന്നുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്ക് മാത്രം ഒന്നും പോലും ഇല്ലല്ലോ എന്ന്. ഇവിടെ ആ ടീച്ചർക്ക് അവരുടെ മ്യൂസിക് സാറുമായിട്ട് റിലേഷൻഷിപ്പിലാവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി അതിന് പുള്ളിക്കാരി മനസ്സിലിങ്ങനെ ആഗ്രഹം കൊണ്ട് നടക്കുന്നു എന്നല്ലാതെ ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ല ആ ഒരു ഇഷ്ടം സാറിനോട് തുറന്നു പറയാനൊന്നും. ഇപ്പോ ഇങ്ങനെ സാറിനെ അപ്രോച്ച് ചെയ്താല് സാറ് താൻ മാത്രം ഇങ്ങനെ ഒരു എസ് ലൈൻ ഇല്ലാത്ത ആളാണ്, എനിക്ക് മാത്രം ആരുമായിട്ട് ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല എന്നറിയുമ്പോൾ തന്നെ വില കുറച്ച് കാണുമോ എന്നൊക്കെ പുള്ളിക്കാരിക്ക് ആകെപ്പാടെ ഒരു ആവലാതി. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഷിന്നിനെയാണ്. ഷിന്നിനിപ്പോ 2 ഫ്രണ്ട്സിനെ കിട്ടിയിരിക്കുന്നു. നമ്മൾ ഈ സ്കൂളിൽ വന്ന ടീം അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലായിരുന്നല്ലോ, പക്ഷെ ഇപ്പോ 2 ഫ്രണ്ട്സ് അവൾക്കുണ്ട്. ഒന്ന് അവൾ പിന്നെ ഈ കണ്ണാടി നീ എവിടുന്ന് വാങ്ങിച്ചെന്നൊക്കെ ഒരു പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ആ പയ്യനാണ്. അവന്റെ പേര് യു എന്നാണ്. കൂടാതെ അവളുടെ മറ്റേ ഫ്രണ്ടിന്റെ പേര് ജിൻ എന്നുമാണ്. ഈ യുവിന്റെ തലയുടെ മുകളിൽ ഒരു റെഡ് ലൈൻ പോലും ഇല്ല. അത് നമ്മുടെ ഷിന്നിന് നോട്ടീസ് ചെയ്തിട്ടുണ്ടല്ലോ. യു അവളോട് വളരെ കാര്യമായിട്ടാണ് പെരുമാറുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അവൻ വളരെ ഓപ്പണായി അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എപ്പോഴും ഒരുമാതിരി ഗ്ലൂമിയായി വല്ലാത്ത രീതിയിൽ ആളുകളെ നോക്കുകയും നടക്കുകയും ഒക്കെ ചെയ്യുന്നതെന്ന്. ആ ടീം അവൾ പറയുന്നുണ്ട്, എനിക്ക് ബാക്കിയുള്ളവരുടെ തലയിലെ എസ് ലൈൻ കാണാനായി സാധിക്കും, ഞാൻ അത് നോക്കി നടക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നാന്നും അവൾ പറയുമ്പോഴേക്കും ആണോ രസമുണ്ടല്ലോ കേൾക്കാൻ, എനിക്കുണ്ടോ ആ ലൈൻ എന്ന് അവൻ ചോദിക്കുമ്പോൾ അവൻ അങ്ങനത്തെ ലൈൻ ഇല്ലാന്ന് അവൾ പറയുന്നുണ്ട്. അത് കേട്ട് അവൻ ചിരിക്കുന്ന ടീം, ഞാൻ പറഞ്ഞത് ചുമ്മാ ഒരു തമാശയായിട്ട് തോന്നുന്നുണ്ടോ അതോ എന്നെ വിശ്വസിച്ചോ എന്ന് അവൾ ഒരു ഡൗട്ടിന്റെ പുറത്ത് ചോദിക്കുമ്പോൾ ഞാൻ എന്തിനും എന്നെ വിശ്വസിക്കാതിരിക്കണം, അങ്ങനെ ഒരു അനാവശ്യമായി കള്ളം പറയേണ്ട ആവശ്യം നിനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവൻ പറയുമ്പോൾ അവൾ പറഞ്ഞത് വിശ്വസിച്ചു. പക്ഷെ അതിനെപ്പറ്റി വലിയ തല മുഖിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പിന്നീട് നമ്മൾ ആ ടീച്ചറിനെയാണ് കാണുന്നത്. പുള്ളിക്കാരി തനിക്കും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ട്, താനും ആളുകളെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്ന രീതിക്ക് ഉള്ളി കോംപ്ലക്സ് കയറിയിരിക്കുന്നത് കൊണ്ട് തന്നെ പതിവായി ഒരു നൈറ്റ് ക്ലബ്ബിൽ പോവുകയും അവിടെ പോയിരുന്ന് മറ്റുള്ളവരെ വാച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോ ശീലമാക്കി മാറ്റുന്നു. പക്ഷെ പുള്ളിക്കാരി അവിടെ പോകുന്നത് ഗെറ്റപ്പ് ഒക്കെ കുറച്ച് മാറ്റിയിട്ട് തലയിൽ ഒരു പിങ്ക് കളർ വിഗ് ഒക്കെ വെച്ചുകൊണ്ടാണ്. അങ്ങനെ എനിക്ക് ഇവർ ആ ഒരു ഭാഗത്തൂടെ പോകുന്ന കാഴ്ച ഷിൻ അവളുടെ ഫ്രണ്ട്സുമായി ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. ഷിന്നിന്റെ ഫ്രണ്ടായ ജിൻ കറക്റ്റായി ഇത് നമ്മുടെ ആ ഒരു ടീച്ചറല്ലേ, പുള്ളിക്കാരി വിഗ് ഒക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ നടക്കുന്നതെന്ന് മറ്റിൽ പറയുമ്പോൾ ഷിൻ അത് നോട്ടീസ് ചെയ്യുന്നു. ആ സമയത്താണ് പുള്ളിക്കാരി മറ്റേ ഒരു കണ്ണാടി ധരിച്ചിരിക്കുന്ന കാര്യം ഷിൻ ശ്രദ്ധിക്കുന്നത്. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ, ഇവരുടെ പെരുമാറ്റത്തിൽ എന്തോ കുഴപ്പമുണ്ട്, ഈ വിഗ്ഗൊക്കെ വെച്ച് ഇങ്ങനെ ഇവിടെ നടക്കേണ്ട കാര്യം എന്താ, കറക്റ്റ് ആയ കണ്ണാടിയുണ്ട്, ഇനി കങ്ങിന് സംഭവിച്ച കാര്യങ്ങളിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കാണോ, കങ്ങിന്റെ കയ്യിൽ നിന്ന് മിസ്സായ കണ്ണാടി ഇതായിരിക്കും എന്നൊക്കെ ഷിന്നിന് ഭയങ്കരമായ ഡൗട്ട്. നമ്മൾ കാണുന്നത് ആ ടീച്ചറിനെയാണ്. അവരാകട്ടെ വിഗ്ഗൊക്കെ വെച്ച് അങ്ങനെ ഒന്ന് വേഷം മാറി പോകുന്നത് അവർക്ക് ക്രഷുള്ള ആ ഒരു മ്യൂസിക് ടീച്ചറിനെ ഫോളോ ചെയ്താണ്. അങ്ങനെ ആളൊരു ഹോട്ടലില് റൂം എടുത്തവിടെ ഒരു ലേഡിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുമ്പോൾ തനിക്കും അങ്ങനെ ഒരു അവസരം കിട്ടണമെന്ന് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതേ ടീം ഇവർ ഈ വന്നു പോകുന്ന ആ ഒരു ഹോട്ടലില് പാർട്ട് ടൈം ജോലിക്ക് നമ്മുടെ ഷിന്നും പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു ടീച്ചർ അവിടെ ഇങ്ങനെ വേഷം മാറി വരുന്നതൊക്കെ നോട്ടീസ് ചെയ്തിരുന്നു. ഈ ടീച്ചറായിട്ട് പതിവായി ആൾക്ക് ക്രഷുള്ള ആ ഒരു സാറ് ഒരു ഹോട്ടൽ റൂമിൽ ഒരു ലേഡിയുമായി ഒന്നിച്ചു കഴിയുന്നത് മനസ്സിലാക്കി തന്നെ ഇവരെപ്പോഴൊക്കെയാണ് ഇവിടെ കണ്ടുമുട്ടുന്നത് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ഒരു പണി ഒപ്പിക്കുന്നുണ്ട്. ആ ഒരു ലേഡി ആ സാറിനെ കാണാനായി വരുന്ന ടീം അവരെ നൈസായി മാറ്റി അവരെ കണക്ക് വേഷം മാറി ആ ഒരു സാറിന്റെ അടുത്തേക്ക് ചെല്ലുന്ന ഈ മിസ്സാകട്ടെ അവിടെ കയ്യിൽ അവരെ
എപ്പോഴും ഒരു സ്റ്റേപ്ലറും കൊണ്ടാണ് നടക്കാറുള്ളത്. അത് ഇത്തവണയും കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ആ സാർ അവരിൽ നിന്ന് അകന്നു മാറാനായി നോക്കുമ്പോൾ ഉപദ്രവിക്കുകയും അങ്ങനെ അവിടെ മരിക്കുന്ന ആ ഒരു സാറിന്റെ ശരീരത്തിൽ തന്നെ അവരുടെ ഫാന്റസീസ് എല്ലാം അവിടെ നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മരിച്ചു കിടക്കുന്ന ആ സാറുമായി തന്നെ മനസ്സിൽ കണക്ക് ഒരു ഫിസിക്കൽ റിലേഷൻ അവിടെ ആ മിസ് നടത്തിയെടുക്കുന്നു. ശേഷം ആ മിസ്സും കയ്യിലുള്ള ആ ഒരു സ്റ്റേപ്ലർ സ്വന്തം ശരീരത്തേക്കും മുഖത്തേക്കും ഒക്കെ കുത്തിയിറക്കി അവിടെ മരണപ്പെടുകയാണ്. ഇവിടെ ഇത്രയും കാര്യങ്ങൾ നടന്ന ശേഷമാണ് ആ മിസ് ലോക്ക് ചെയ്തിട്ടിരുന്ന ആ ലേഡി ഒരുവിധം ആ ഒരു ഹോട്ടലിൽ നിന്ന് എസ്കേപ്പ് ആയി പോകുന്നത്. തുടർന്ന് ഇത് കണ്ട് സംശയം തോന്നി അങ്ങോട്ടേക്ക് വന്ന് പരിശോധിക്കുന്ന ഷിൻ അവിടെ ആ സാറും മിസ്സും മരിച്ചു കിടക്കുന്നത് കാണുകയും വേഗം തന്നെ ഇത് ഹാനിനെ അറിയിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സ്ഥലത്തേക്ക് എത്തുന്ന ഹാൻ എന്ത് ഇന്ന് നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഷിന്നിനോട് ചോദിക്കുമ്പോൾ ഈ മിസ് മറ്റേ ഒരു കണ്ണട ധരിച്ചിരുന്നു, അതിന്റെ സൈഡ് എഫക്ട് ആയിട്ടായിരിക്കാം ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ വന്നിരുന്ന് ഷിൻ പറയുമ്പോഴേക്കും ആ മിസ്സിന് കണ്ണട ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്ന ഹാൻ തറവായി അവരുടെ ബോഡിയുടെ അവിടെ പരിശോധിക്കുമ്പോൾ ആ കണ്ണട കിട്ടുന്നുണ്ട്. തുടർന്ന് അത് ഹാൻ കയ്യിലെടുക്കുന്നു. ഈ കണ്ണടയെ പറ്റിയുള്ള കാര്യങ്ങൾ ഷിൻ വഴി ഹാൻ കേട്ടിരുന്നല്ലോ, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അറിയാനായി അത് വെച്ച് നോക്കുമ്പോൾ അവനും ആ റെഡ് ലൈൻ കാണാനായി സാധിക്കുന്നുണ്ട്. തുടർന്ന് ആ കണ്ണട ധരിച്ചുകൊണ്ട് തന്റെ ഓഫീസിലേക്ക് ചെല്ലുന്ന ഹാൻ ആകട്ടെ അവിടെ തന്റെ പല കൊളീഗ്സിന്റെയും ഈ ഒരു റെഡ് ലൈൻസ് കണ്ട് അമ്പരന്ന് പോവാണ്. പ്രത്യേകിച്ച് ഹാനിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആൾക്ക് 2 റെഡ് ലൈൻ ഉണ്ട്. ആള് വളരെ ഡീസന്റ് ആയ ഒരാളാണ് എന്നാണ് ഹാൻ ഇതുവരെ കരുതിയിരുന്നത്. വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല, മാരേജ് കഴിഞ്ഞ് ആ ഒരു രീതിക്ക് പെർഫെക്റ്റ് ആയി പോകുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് നിനക്ക് കല്യാണത്തിന് മുന്നേ ഒരു എക്സ് ഉണ്ടായിരുന്നു എന്ന് ഹാൻ ചോദിക്കുമ്പോൾ ഇല്ലല്ലോ എന്ന് ഫ്രണ്ട് തറപ്പിച്ച് പറയുമ്പോൾ അപ്പൊ ഇവനും ആള് ശരിയല്ലല്ലോ, ആരും പുറമേന്ന് കാണുന്ന കണക്കല്ല എന്ന രീതിക്ക് ഹാൻ ചിന്തിക്കുന്നു. ആക്ച്വലി ഹാനിന്റെ നീസ് ആണല്ലോ കങ്ങിന്റെ പേരൻസ് അവളുടെ വളരെ ചെറുപ്പത്തിൽ മരിച്ചതാണ്. അതിനുശേഷം ഹാനാണ് അവളുടെ കാര്യങ്ങൾ നോക്കിയത്. ഹാൻ കാര്യങ്ങൾ നോക്കിയെന്ന് പറഞ്ഞാലും ഹാനും നല്ലൊരു ചെറുപ്പമായിട്ടുള്ള സമയത്താണ് കങ്ങിന്റെ പേരൻസിനെ മരിച്ച അവളുടെ ഉത്തരവാദിത്തം ഹാനിലേക്ക് എത്തുന്നത്. ഹാൻ ആ സമയത്ത് ആ ഒരു പ്രായത്തിന്റെ പക്വത കുറവുകൊണ്ടും പിന്നെ പഠിക്കണം പോലീസിൽ കയറണം എന്നൊക്കെയുള്ള ആ ഒരു രീതി കൊണ്ടും വേണ്ട രീതിയിൽ ഒരു കുഞ്ഞായിരുന്ന കങ്ങിന് പരിഗണന നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവളുടെ കാര്യമൊക്കെയാണ്, പക്ഷെ ഒരു അമ്മയോ അച്ഛനോ കൂടെ നിന്ന് കുഞ്ഞിനെ നോക്കുന്ന കണക്കൊന്നും നോക്കാനായി ഹാനിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ കാലങ്ങൾ മുന്നോട്ട് പോകുന്നതോറും അത്ര നല്ലൊരു അമ്മാവൻ അനന്തരവൾ എന്ന രീതിക്ക് ബോണ്ടിങ് ഇല്ലാണ്ടായി വന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഷിനിന്റെ ഒക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി കംപ്ലൈന്റ് കൊടുക്കാനായി വരുന്നുണ്ട്. അവൾ ഹാനിന് കൊടുക്കുന്ന കംപ്ലൈന്റ് അവളെ അവളുടെ കസിനായ ഒരു പയ്യൻ ഉപദ്രവിച്ചു എന്നതാണ്. അതും ഡ്രിങ്ക്സ് കൊടുത്ത് അവളെ ഉറക്കി കിടത്തിയ ശേഷം ഉപദ്രവിച്ചു എന്നും അടുത്ത ദിവസം രാവിലെ ഉണർന്ന ശേഷമാണ് താൻ ഇങ്ങനെ ഉപദ്രവിക്കപ്പെട്ടു എന്ന കാര്യം അവൾക്ക് മനസ്സിലായതെന്നും അവന്റെ പേരിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്നുമാണ് അവൾ ആവശ്യപ്പെടുന്നത്. പക്ഷെ അവളെ നോക്കുമ്പോൾ അവൾക്ക് 4 റെഡ് ലൈൻസ് ഉണ്ട്. ഈ ഒരു ഇൻസിഡന്റ് മാത്രമാണ് ഒരു റെഡ് ലൈൻ അല്ലേ വരൂ. അതൊന്ന് ഉറപ്പിക്കാനായി ഇതിനു മുന്നേ ഇങ്ങനത്തെ ഇൻസിഡന്റ് വല്ലതും നടന്നിട്ടുണ്ടോ, ആരെങ്കിലുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നെല്ലാം ഹാൻ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഇത് ഫസ്റ്റ് ടൈമാണ്, അത് അവനെ ഉപദ്രവിച്ചതാണെന്നെല്ലാം ആ പെൺകുട്ടി പറയുമ്പോൾ ഈ പെൺകുട്ടി കള്ളം പറയാണോ, ഇവൾ ഒരു പയ്യനെ കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കുകയാണെന്നൊക്കെ ഈ 4 റെഡ് ലൈൻ കണ്ട് ഡൗട്ട് തോന്നുന്ന ഹാൻ വേഗം തന്നെ ഷിന്നോട് അവളുടെ ക്ലാസ്സിലെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ഒന്ന് വാച്ച് ചെയ്യാനായി പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് 4 റെഡ് ലൈൻ ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഷിൻ അത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പിന്നീട് ഈ ഒരു കാര്യത്തെ പറ്റി അന്വേഷിക്കാനായി സ്കൂളിലേക്ക് ഹാൻ പോകുമ്പോൾ അവിടെ ലീയെ കാണുന്നുണ്ട്. മറ്റുള്ളവർക്കൊക്കെ തലയിൽ റെഡ് ലൈൻ ഉണ്ട്, പക്ഷെ ലീക്ക് മാത്രം ഒരു ലൈൻ പോലും ഇല്ല എന്ന കാര്യവും ഹാൻ അവിടെ നോട്ടീസ് ചെയ്യുന്നു. ഹാനിന്റെ സത്യത്തിൽ അവന്റെ തലയുടെ ആ ഒരു ലൈൻ കണ്ട് ഇങ്ങനെ ഒരു ലൈനും ഇല്ലാത്ത വേറെ ഒരാളെ കാണുമ്പോൾ ഭയങ്കര അമ്പരപ്പ്, ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് മറ്റില്ല. അങ്ങനെ എന്തായാലും ആ പെൺകുട്ടി കൊടുത്ത പരാതിയിൽ ആ ഒരു പയ്യനെ കാണാനായിട്ട് ഹാൻ ഇപ്പൊ സ്കൂളിൽ വന്നിരിക്കുകയാണല്ലോ. അങ്ങനെ ലീയോട് പറഞ്ഞ ആ പയ്യനുമായി ഹാൻ സംസാരിക്കുന്ന ടീം ആ പയ്യനും ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അവനെ കാണുമ്പോഴേ ഒരുമാതിരി ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് കിറിങ്ങിയിരിക്കുന്ന ഒരു കോലത്തിലായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. അവരോട് ആ പെൺകുട്ടിയെ പറ്റി ചോദിക്കുമ്പോൾ അവളെ കൊണ്ട് വലിയ ശല്യം, ചുമ്മാ എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞ് എപ്പോഴും ബഹളം വെക്കും. ഒരു ദിവസം ചോദിച്ചപ്പോൾ അവളുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ശരി വാന്നും പറഞ്ഞു വിളിച്ചു. അവൾക്ക് പിന്നെ ഡ്രിങ്ക്സ് അടിക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ഡ്രിങ്ക്സും കൊടുത്തു. അന്ന് അവൾ അത് കുടിച്ചിട്ടും അവിടെ നിന്ന് പോവുകയും ചെയ്തു. എനിക്ക് അതിൽ കൂടുതലൊന്നും അറിയില്ലെന്ന് ആ പയ്യൻ പറയുന്നുണ്ട്. ഈ പയ്യന്റെ സംസാരം കേട്ട് അതിൽ വിശ്വസിക്കാൻ പറ്റാത്തതായി വല്ല ഉണ്ടോ എന്നൊന്നും ഹാനിന് തോന്നുന്നില്ല. കാരണം അത്ര കോൺഫിഡന്റ് ആയിട്ടാണ് അവൻ ആ പെൺകുട്ടിയോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല എന്നത് അവിടെ പറയുന്നത്. എന്തായാലും ആ പയ്യനോട് സംസാരിച്ച ശേഷം ഹാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഷിന്നിനെ കാണുന്നുണ്ട്. ഷിൻ തന്നെ കാണരുതെന്ന് കരുതി ഹാൻ ഒന്ന് പരുങ്ങുന്നുണ്ടെങ്കിലും ഷിൻ കണ്ട് നേരെ അടുത്തേക്കെത്തി. ഇത് ഒരു കേസിന്റെ എവിഡൻസ് അല്ലേ, ഇതാണോ ഇട്ടു നടക്കുന്നതെന്ന് ആ കണ്ണാടി ധരിച്ചിരിക്കുന്ന ഹാനിനോട് അവൾ ദേഷ്യപ്പെടുന്നു. ഇത് അപകടം കൊണ്ടുവരുന്ന ഒരു സാധനമാണെന്ന് അറിയാലോ, ഇത് ധരിച്ചവർക്കൊക്കെ ഇപ്പോ അപകടം പറ്റുക, പിന്നെ എന്തിനാ ഇത് ഇട്ടു നടക്കുന്നതെന്നെല്ലാം ഷിൻ ചോദിക്കുമ്പോൾ ഇത് അപകടം കൊണ്ടുവരുമെന്ന് കണക്കാക്കാതെ ഉള്ള പ്രശ്നങ്ങൾ മാറ്റാൻ ഒരു പരിഹാരം ഇതിന് കാണാമെന്ന രീതിക്ക് ഞാൻ ഇത് ഇട്ടിരിക്കുന്നത്. ഞാൻ കേസൊക്കെ അന്വേഷിക്കല്ലേ, എനിക്കിത് ആവശ്യമുണ്ടെന്ന് ഹാൻ പറയുന്നു. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്നിടത്തേക്ക് ലീ എത്തുന്നുണ്ട്. തുടർന്ന് ഷിൻ അവിടെ നിന്ന് പോകുമ്പോൾ എന്താ സാർ വന്ന കാര്യമൊക്കെ നടന്നു ലീ ചോദിക്കുമ്പോൾ നടന്നു എന്ന് ഹാൻ പറയുന്നുണ്ട്. ഹാനോട് എന്തോ ഒരു താല്പര്യമുള്ള കണക്കാണ് ലീയുടെ സംസാരവും നോട്ടവും ഒക്കെ. എന്തായാലും ഹാൻ അവിടെ നിന്ന് പോകുമ്പോൾ ലീ ഹാനെ നോക്കി ഒരുമാതിരി ചിരിക്കുന്നത് കാണുന്ന സമയത്താണ് ആക്ച്വലി ലീക്കും കണ്ണടയൊന്നും ഇല്ലാതെ തന്നെ ഷിന്നിനെ പോലെ മറ്റുള്ളവരുടെ തലയ്ക്ക് മുകളിൽ ആ ഒരു എസ് ലൈൻ കാണാൻ സാധിക്കും. ഹാന്റെ തലയുടെ മുകളിൽ ഇത്രയും ലൈൻ കണ്ടാണ് ലീ ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങനെ എന്തായാലും പിന്നീട് നമ്മൾ പോലീസ് സ്റ്റേഷൻ കാണുമ്പോൾ ആ പയ്യൻ അവിടെ വന്ന് അവന്റെ കയ്യിലുള്ള മെസ്സേജ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഞാനായിട്ട് അവളെ എവിടെയും വിളിച്ചു വരുത്തിയതല്ല, അവളായിട്ട് തന്നെ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു വന്നു. അവളെ കൊണ്ട് എനിക്ക് ശല്യം മാത്രമേ ഉള്ളൂ, എനിക്ക് അവളോട് ഒരു താല്പര്യമില്ല. പിന്നെ ശല്യം കാരണം ശരി വാന്ന് പറഞ്ഞ് വിളിച്ച് അവള് ഡ്രിങ്ക്സ് ചോദിച്ചപ്പോൾ ഞാൻ ഡ്രിങ്ക്സ് കൊടുക്കുകയും ചെയ്തു, അല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയില്ല എന്നില്ല ആ പയ്യൻ പറയുമ്പോൾ അതേ സ്ഥലത്ത് തന്നെ ആ പെൺകുട്ടിയും അമ്മയും ഹാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. അവരോട് സംസാരിക്കുകയാണ്. ആ പെൺകുട്ടിയോട് നീ എന്തിനാ ആ പയ്യനെതിരെ കള്ള പരാതി കൊടുക്കുന്നതെന്ന് ഹാൻ ചോദിക്കുമ്പോൾ കള്ള പരാതിയല്ല, സംഭവം സത്യം, അവൻ എന്നെ ഉപദ്രവിച്ചു, എനിക്കത് മനസ്സിലാവുന്നുണ്ടെന്നല്ല അവൾ
വീണ്ടും പറയുമ്പോൾ ഇത് ആദ്യമായിട്ടല്ലല്ലോ നീ ഇങ്ങനെ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവുന്നത്, സംഭവം എന്താണെന്നല്ല ഹാൻ ചോദിക്കുമ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ മറ്റൊരാളുമായി ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അമ്മ ആകെ തകർന്നിരിക്കുകയാണ്. തന്റെ മകളെ പറ്റി എന്തൊക്കെയായി കേൾക്കുന്നതെന്ന മട്ടിലും. എന്തായാലും ഇവർക്കിടയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ ഈ രണ്ടുപേരെയും ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ ഇവരുടെ തലയ്ക്ക് മുകളിലെ ലൈൻസ് കറക്റ്റ് ആവുന്നില്ല. ആ പയ്യന്റെ തലയ്ക്ക് മുകളിൽ ഒരു ലൈൻ ഉണ്ട്, ആ പെൺകുട്ടിയുടെ തലയ്ക്ക് മുകളിൽ 4 ലൈൻ. പക്ഷേ ഈ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി കരുതുന്നത് പോലെ ഈ പയ്യൻ ഈ പെൺകുട്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നത് ഹാനിന് അവിടെ മനസ്സിലാവുന്നു. പക്ഷെ ഈ പെൺകുട്ടി തന്നെ ഉപദ്രവിച്ചു, അത് ഈ പയ്യൻ തന്നെയാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾ ഈ പയ്യൻ ഉപദ്രവിക്കുന്നത് കണ്ടില്ല, പക്ഷെ അവൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. ഇത് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഹാനിന് അറിയില്ല. അതുകൊണ്ട് തന്നെ ഷിന്നിനെ കണ്ട് ഇതിനെപ്പറ്റി സംസാരിക്കാനായി പോകുന്നു. ഈ ടീം ആ പെൺകുട്ടി കള്ളം പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്ന ഷിന്നാകട്ടെ, ഇവൾ എന്റെ ക്ലാസ്സിലെ കുട്ടിയല്ലേ, ഇവൾ ഇതിനു മുന്നേ ഞാൻ കാണുമ്പോഴൊന്നും ഇവൾക്ക് ഇങ്ങനെ ലൈൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ അടുത്ത ഈ ലൈൻ തുടങ്ങിയത് അവൾ ഈ കേസിൽ ആ ഒരു സമയം പറഞ്ഞിട്ടില്ല, ഏതാണ്ട് അപ്പൊ തൊട്ട്. അപ്പൊ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവൾ ആ പയ്യന്റെ അടുത്ത് പോയ ശേഷം ആ പയ്യൻ പോലും അറിയാതെ അവിടെ വെച്ച് അവൾ പോലും അറിയാതെ അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നല്ല ഷിൻ പറയുമ്പോൾ ഹാനും ഇപ്പൊ അത് ശരിയായി തോന്നുന്നുണ്ട്. തുടർന്ന് ആ ഒരു പയ്യന്റെ വീട്ടിലേക്ക് ഏതാണ്ട് ഒരു രാത്രി സമയത്ത് ഹാൻ പരിശോധനയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന ടീം ആ പയ്യൻ എന്തോ ഒന്ന് മറക്കുന്നുണ്ട്. അവൻ ഈ ഒരു കാര്യങ്ങളിൽ എന്തോ അറിയാം, പക്ഷെ അവൻ അത് പറയാത്തതാണ് എന്ന രീതിക്ക് ഹാനിന് ഡൗട്ട് തോന്നുന്നു. കാരണം ആ രീതിയിലാണ് അവൻ ഏതാണ്ട് പെരുമാറുന്നതും. ഒപ്പം തന്നെ അവൻ വീടിനകത്തേക്കൊന്ന് ഹാൻ അങ്ങനെ പരിശോധിക്കുന്ന ഒന്നും തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നിൽക്കുന്നൊക്കെയുണ്ട്. തുടർന്ന് ഹാൻ അവന്റെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കൊണ്ട് കളയുന്ന ആ ഒരു ഭാഗമൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ രക്തക്കറയുള്ള ബെഡ്ഷീറ്റൊക്കെ കളഞ്ഞിരിക്കുന്നത് കാണുന്നു. ഇത് ആ പെൺകുട്ടിയുടെ രക്തമായിരിക്കാം, അവൾ ഉപദ്രവിക്കപ്പെട്ടപ്പോ പോയ രക്തമായിരിക്കാം എന്നൊക്കെ മനസ്സിലാക്കുന്നവൻ വീണ്ടും ആ പയ്യനോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, അവൾ അവിടെ വന്നു ഡ്രിങ്ക്സ് അടിക്കുന്നുണ്ടായിരുന്നു, അതിനിടയിൽ ഡ്രിങ്ക്സ് ചേർന്നപ്പോൾ ഞാൻ ഇച്ചിരി മേടിക്കാനായി പുറത്തേക്ക് പോയി, ഏതാണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ മടങ്ങി വന്നത്, എനിക്ക് വേറൊന്നും അറിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. ഈ ഒരു ടീം അവൻ പുറത്ത് പോയി എന്ന് പറയുന്നത് സത്യമാണോ എന്നറിയാനായി അതിന്റെ CCTV ഫുട്ടേജ് ഹാൻ പരിശോധിക്കുമ്പോൾ അവൻ അങ്ങനെ പോയതായും അവൻ അങ്ങനെ പോയ ടീം ഒരു 4 പയ്യന്മാർ ആ വഴി പോയതായും ഹാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ തലയിലുള്ള റെഡ് ലൈൻസും ഹാനിന് കാണാം. അതിൽ ഒരാളുടെ തലയിൽ ഒരു ലൈനേ ഉള്ളെങ്കിലും ബാക്കി 3 പേരുടെ തലയിൽ ആവശ്യത്തിൽ കൂടുതൽ ലൈൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ യുവമാരാണത്ര വെടുപ്പല്ല എന്ന് ഹാനിന് തോന്നുന്നു. കാരണം ഇത് സ്കൂൾ പിള്ളേരാണല്ലോ, ഡ്രിങ്ക്സ് അടിക്കുന്നതും ആവശ്യമില്ലാത്ത ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടുന്നതും ഇവർക്ക് പറ്റിയ കാര്യമല്ല. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഷിന്നിനോട് അവളുടെ ഫ്രണ്ടായ യുവിന് ഒരു താല്പര്യം ഉണ്ടല്ലോ, അവൻ അത് പ്രകടിപ്പിക്കുന്ന രീതിയിൽ തന്നെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഷിൻ അത് തടയുന്നില്ല. പക്ഷെ ജസ്റ്റ് കിസ് ചെയ്തതുകൊണ്ട് മാത്രം അവളുടെ തലയിൽ അങ്ങനെ ഒരു റെഡ് ലൈൻ ഇപ്പോ വന്നിട്ടുമില്ല. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് ഷിൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം കണ്ടെത്തുന്നു. മുന്നേ പരാതി കൊടുത്ത ആ പെൺകുട്ടിയുടെ തലയിലുള്ള 4 ലൈൻസും അവളുടെ തന്നെ സ്കൂളിലെ 4 പയ്യന്മാരുടെ ലൈൻസുമായി കണക്ട് ആവുന്നുണ്ട് എന്ന ഒരു കാര്യം. അത് കാണുമ്പോൾ തന്നെ ഷിന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ പെൺകുട്ടി പറഞ്ഞത് സത്യമാണ്. അവൾ ആ ദിവസം അവൾ കരുതിയിരിക്കുന്ന കണക്ക് തന്നെ ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവൾ കരുതിയ കണക്ക് അത് ചെയ്തത് ആ ഒരു ഒറ്റ പയ്യനല്ല, മറിച്ച് മറ്റു 4 പയ്യന്മാരാണ്, അവന്മാർ ഇവരാണ് എന്ന ഒരു കാര്യം. വേഗം തന്നെ അത് ഹാനിനെ അറിയിക്കാനായി ഷിൻ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും ഹാൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ഹാൻ അപ്പോഴേക്കും സ്കൂളിലെത്തിയിരുന്നു. ഷിന്നിന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്യാഞ്ഞത്. ഷിന്നിപ്പോ ഇവിടെ ഈ ഒരു കാര്യം കണ്ടുപിടിച്ച കണക്ക് തന്നെ കഴിഞ്ഞ ദിവസം CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോഴും ഹാനിന് കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് എന്നത് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാൻ നേരിട്ട് ബാക്കി കാര്യങ്ങൾക്കായി ഇന്ന് സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ പയ്യന്മാരെ ഹാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് മാറ്റി നിർത്തി. ഈ ടീം അവരൊക്കെ ഒട്ടും കോസിലില്ലാതെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും കൂട്ടത്തിലെ ഒരേ ഒരു റെഡ് ലൈൻ മാത്രമുള്ള ആ പയ്യനുണ്ടല്ലോ, അവനൊരു നടുക്കുണ്ട്. അത് മനസ്സിലാക്കുന്ന ഹാൻ ബാക്കി പയ്യന്മാരെ വിട്ടിട്ട് ആ പയ്യനെ മാത്രം ചോദ്യം ചെയ്യാണ്. ആദ്യമൊന്നും അവൻ പറയുന്നില്ലെങ്കിലും പിന്നീട് അല്ല എന്റെ ഫ്രണ്ട്സ് എന്ത് അവരെ എന്ത് എനിക്ക് അവരെ കാണണം എന്നൊക്കെ പറഞ്ഞ് അവൻ ടെൻഷൻ ആവുമ്പോഴേക്കും അവൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. കൂടെയുള്ള മറ്റ് 3 പേർക്കും ഇത് ശീലമുള്ള കാര്യമാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് റെഡ് ലൈൻസ് ഉള്ളത് എന്നറിയാവുന്ന ഹാൻ ഇവന്റെ ആ ഒരു പേടി ഒന്ന് ഇളക്കി വിട്ടാൽ ഇവനെ കൊണ്ട് സത്യം പറയിക്കാൻ എളുപ്പമായിരിക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ രീതിക്ക് സംസാരിക്കുന്നുണ്ട്. അല്ല അവരെയൊക്കെ എന്തിനാ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നീയല്ലേ തെറ്റെല്ലാം ചെയ്തത്, പിന്നെ അവര് ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താ എന്നല്ല ഹാൻ പറയുമ്പോ ഞാനല്ല അവന്മാരാ എന്ന് പറഞ്ഞവൻ അറിയാതെ സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കേൾക്കുന്ന ഹാൻ അപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന സത്യം അറിയുന്നത്. അതായത് ഹാൻ കരുതി കണക്ക് തന്നെ ആ പെൺകുട്ടി പരാതി പറഞ്ഞത് അവളുടെ ആ ഒരു കസിൻ പയ്യന് എതിരെയല്ലേ, ആ കസിൻ പയ്യൻ പക്ഷെ അവൾ കരുതി കണക്ക് അവളെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിലും ഇവന്മാരെ ആ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി അവളെ ഉപദ്രവിക്കാനായിട്ടുള്ള സാഹചര്യമല്ല ഒരുക്കിയത്. ഇവർക്ക് ലഹരി മരുന്ന് കൊടുത്ത് ആ രീതിക്ക് അവരെ ആക്കിയെടുത്തത് ആ പയ്യനാണെന്ന കാര്യം ഇപ്പൊ ഇവര് പറയുമ്പോഴാണ് ഹാനിന് മനസ്സിലാവുന്നത്. അവൻ മനഃപൂർവ്വം അവന്റെ കസിനായ അവൾക്കിട്ട് ഇങ്ങനെ ഒരു പണി ഇവരെ മുൻനിർത്തി കൊടുത്തതാണ്. അത് മനസ്സിലാക്കുന്ന ഹാൻ അവനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുമ്പോൾ ഇപ്പോഴും അവൻ ഒരു കൂസലില്ലാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇവനാണ് ഇതിന് പിന്നിലെന്ന കാര്യങ്ങളൊക്കെ തനിക്ക് വ്യക്തമായി മനസ്സിലായെന്നും അതിനുള്ള തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞു ഹാൻ സംസാരിക്കുമ്പോഴേക്കും പിന്നീട് പിടിച്ചു നിൽക്കാനായി അവന് കഴിയുന്നില്ല. ഒരു പെൺകുട്ടിയെ നേരിട്ട് ഉപദ്രവിച്ചില്ലെങ്കിലും അവളെ ഉപദ്രവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും സഹായവും എല്ലാം ചെയ്ത ഇവനും കുറ്റക്കാരൻ തന്നെയാണ്. അതെന്തായാലും ഇപ്പോ ഹാൻ ഇവിടെ പ്രൂവ് ചെയ്യാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ഹാൻ ഹോസ്പിറ്റലിൽ കഴിയുന്ന അച്ഛനെ കാണാനായി പോകുന്നത്. ചില മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണല്ലോ ഹാന്റെ അച്ഛൻ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അച്ഛനെ കാണുന്നില്ല. അച്ഛനെ ആരോ വന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നതാണ് അന്വേഷിക്കുമ്പോൾ അറിയുന്നത്. എന്റെ അച്ഛനെ ഞാനല്ലാതെ വേറെ ആരെങ്കിലും വന്നാൽ നിങ്ങൾ കൂടെ പറഞ്ഞു വിടുമെന്നെല്ലാം ഹാനിന് പെട്ടെന്ന് ഭയങ്കരമായി ദേഷ്യം വരുന്നുണ്ട്. കാരണം ഹോസ്പിറ്റലിലുള്ളവര് തീരെ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറിയതുകൊണ്ടല്ലേ തന്റെ അച്ഛൻ ഇപ്പോ മിസ്സായത് എന്ന ഒരു രീതിക്ക്. ആരാണ് തന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് അറിയാൻ ഈ വേഗം തന്നെ ഹാൻ CCTV ഫുട്ടേജ് ഒക്കെ പരിശോധിക്കുന്നു. ആ ടീം ഒരു ലേഡി തന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകുന്നതും ആ ലേഡി അച്ഛനെ കാറിൽ കയറ്റുന്ന ടീം CCTVയിലെ മുഖം പതിയുന്ന രീതിയിൽ തന്നെ നോക്കിച്ചിരിക്കുന്നതും കണ്ട് ഹാൻ
ഞെട്ടാണ്. കാരണം അത് മറ്റാരും ആയിരുന്നില്ല, ആ ടീച്ചറായ ലീ ആണ്. ഇവരെന്തിനാ എന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ആളെ ഇവര്, ഇനി ഇവരാണോ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിലെന്നെല്ലാം ഹാനിന് വളരെ ഡൗട്ട് തോന്നുന്നു. ഇതേ സമയം തന്നെ ഹാന്റെ ഫോണിലേക്ക് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കങ്ങിന്റെ ഒരു ചിത്രം വരുന്നുണ്ട്. പെട്ടെന്ന് ഇനി അവർ കങ്ങിനെ വല്ല ഉപദ്രവിക്കുമെന്ന് പേടിച്ച് ഹാൻ നേരെ കങ്ങിനെ കാണാനേ പോകുമ്പോൾ അവൾ സേഫായി ബെഡിൽ തന്നെയുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം ഹാൻ കാണുന്നു. മറ്റൊന്നുമല്ല, കങ്ങിന്റെ തലയിലെ മുകളിൽ ഒരു റെഡ് ലൈൻ ഉണ്ടല്ലോ, ആ ഒരു ലൈൻ ഇപ്പോ തൊട്ടപ്പുറത്തെ റൂമിലുള്ള ആരുമായി കണക്ട് ആവുന്നതായി ഹാനിന് മനസ്സിലാവുന്നുണ്ട്. കാരണം സാധാരണ ഒരാളെ കാണുമ്പോൾ അയാളുടെ തലയുടെ മുകളിലെ റെഡ് ലൈൻ നേരെ മുകളിലേക്കാണ് പോകുന്നത്. അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിലാണ് അവരുടെ ലൈനുമായി കണക്ട് ആവുന്ന രീതിയിൽ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പുറത്ത് ആരുണ്ട്, ആളുമായിട്ടാണ് കങ്ങിന് ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുള്ളത്. അത് കണക്ട് ആവുന്നതെന്ന് മനസ്സിലാക്കുന്ന ഹാൻ അപ്പുറത്ത് ആരുള്ളതെന്ന് ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് അവന്റെ സ്വന്തം അച്ഛനെയാണ്, അതായത് ഈ കങ്ങിന്റെ മുത്തശ്ശനെ. ഹാനിന് ഇത് വിശ്വസിക്കണോ, ഇത് സത്യമാണോ ഇന്നൊന്നും മനസ്സിലാവാത്ത ഒരു മരവിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. കാരണം സ്വന്തം മുത്തശ്ശനാണ്, അതുകൊണ്ട് തന്നെ അവനത് ചിന്തിക്കാൻ പോലും വയ്യ. എന്തായാലും അയാളാകട്ടെ ബെഡിൽ കിടക്കുന്ന കങ്ങിന്റെ അടുത്ത് വന്ന് അവളുടെ കവിളിലൊക്കെ തലോടി പേര് വിളിക്കുമ്പോൾ ഹാനിന് വല്ലാതെ ദേഷ്യവും അറപ്പും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ചെന്ന് അയാൾക്കിട്ട് നല്ലൊരു അടി കാരണത്ത് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട്. സ്വന്തം അച്ഛനാണെന്ന് പോലും ചിന്തിക്കേണ്ട ഒരു ആവശ്യവും ഹാനിന് അവിടെയില്ല. കാരണം അമ്മാതിരി പണിയാണ് അയാൾ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഹാൻ ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലും ഒക്കെയാണ് അവിടെ നിൽക്കുന്നത്. ഹാന്റെ അച്ഛൻ മാനസിക രോഗി ആയതുകൊണ്ട് തന്നെ ആളിപ്പോ എന്തൊക്കെയോ അവിടെ കിടന്ന് പുലമ്പുന്നുണ്ടെങ്കിലും അവൻ കങ്ങിന്റെ കാര്യം ഓർത്ത് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ്. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഹാനിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. വിളിച്ചിരിക്കുന്നത് ഷിന്നാണ്. സാർ എത്രയും പെട്ടെന്ന് തന്നെ ഹെൽപ്പ് ചെയ്യണമെന്നാണ് ഷിന്ന ആവശ്യപ്പെടുന്നത്. അവൾക്ക് എന്താണ് പറ്റിയതെന്ന് അറിയില്ല, പക്ഷെ അവൾ ആകെ കയ്യിലൊക്കെ രക്തക്കറയായിട്ട് എവിടെയോ ഇരിക്കുകയാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് നമ്മൾ ഒരു ലേഡിയെ കാണുമ്പോൾ അവരുടെ ഒരു വീഡിയോ ഇപ്പോൾ ലീക്കായിരിക്കുന്നു. അവർ മറ്റൊരാളുമായി റിലേഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു വീഡിയോ ഒക്കെ ലീക്കായ ശേഷം മറ്റുള്ളവർ ഇവരെ ഭയങ്കര ഹറാസ് ചെയ്യുന്ന രീതിയിൽ നോക്കുന്നു, സംസാരിക്കുന്നു, കമന്റ് അടിക്കുന്നു എന്നൊക്കെ തോന്നുന്നവർക്ക് ഭയങ്കരമായ നാണക്കേടൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവരങ്ങനെ മടിക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിലും അതിനവർക്ക് സാധിക്കുന്നില്ല. അപ്പോഴേക്കും അവരെ ലീ തടയാണ്. കാഷ്വലായി അവരോട് സംസാരിക്കുന്ന ലീ അവർക്ക് ഒരു കണ്ണടയെ നൽകി പോകുന്നത് നമുക്ക് കാണാം. ഇത് എന്റെ കണ്ണടയല്ല, ഞാൻ കണ്ണട വെക്കാറില്ല എന്നല്ല അവർ പറയുന്നുണ്ടെങ്കിലും വെച്ചോ, ആവശ്യം വരുമെന്നും പറഞ്ഞ് ലീ പോകുന്നുണ്ട്. തുടർന്ന് ആ കണ്ണട വെച്ച് നോക്കുന്നവർക്ക് മറ്റുള്ളവരുടെ തലയിലെ റെഡ് ലൈൻ കാണാം. തന്റെ രഹസ്യം ഇങ്ങനെ പരസ്യമായ ശേഷം മറ്റുള്ളവരുടെ നോട്ടവും കുത്തുവാക്കും സഹിക്കാതെ മരിക്കാമെന്ന് തീരുമാനിച്ച അവർക്ക് ഇപ്പോൾ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ ഇതുപോലെ മനസ്സിലാക്കാനായി ഒരു അവസരം കിട്ടിയപ്പോൾ മരിക്കാം എന്നുള്ളവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറി. ബാക്കിയുള്ളവരെ ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന ഒരു രീതിക്ക് ആവുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇങ്ങനെ കാര്യം നടക്കുമ്പോഴേക്കും നമ്മൾ എന്താണ് ഷിന്നിന് സംഭവിച്ചതെന്ന് കാണുമ്പോൾ ഷിൻ ആക്ച്വലി അവൾക്കും ഒരു റെഡ് ലൈൻ വേണം, അവൾക്കും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വേണം എന്ന രീതിക്ക് മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവൾക്ക് റെഡ് ലൈൻ ഒന്നും തലയുടെ മുകളിൽ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം മറ്റുള്ളവരുടെ റെഡ് ലൈൻ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലൈൻ വന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറുമല്ലോ എന്ന രീതിക്ക് അവൾ യുവിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ അവനോട് കാര്യം പറയുമ്പോൾ നീ എന്നോടുള്ള താല്പര്യം കൊണ്ടാണോ ഞാനുമായി ഇപ്പൊ ഒരു റിലേഷൻ വേണോന്ന് ആവശ്യപ്പെടുന്നത്, അതോ നിനക്ക് റെഡ് ലൈൻ വരുമോ, ഈ മറ്റുള്ളവരുടെ റെഡ് ലൈൻ കാണാതിരിക്കുമോ എന്ന എക്സ്പെരിമെന്റിന് വേണ്ടിയാണോ എന്ന് അവൻ എടുത്തു ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. ആക്ച്വലി അവനോടും താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അവൾ അത് ഓപ്പണായി പറയുമ്പോൾ അവനൊരു മടിയും പേടിയും ഉണ്ടെങ്കിലും അവനോട് ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അവരവിടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. രണ്ടുപേരുടെയും തലയിൽ അങ്ങനെ ആദ്യമായി അപ്പോ റെഡ് ലൈൻ വരുന്നു, അതും പരസ്പരം കണക്ട് ചെയ്തുള്ള ഒരു റെഡ് ലൈൻ. രണ്ടുപേർക്കും പരസ്പരം ഭയങ്കരമായ ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന ടീം നമുക്ക് വല്ലതും കഴിച്ചാലോ എന്ന് യു ചോദിക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് ബസ്സിനുള്ള സമയമാണ്, പോയാൽ പിന്നെ വീട്ടിൽ പോകാൻ പാടാണെന്ന് ഷിൻ പറയുമ്പോൾ എന്നാലും വല്ലതും കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞു അവളെ അവിടെ നിർത്തി ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ പോകുന്നുണ്ട്. അവൾ വളരെ ഹാപ്പിയായി അങ്ങനെ തനിക്ക് ഒരു ലൈനൊക്കെ സെറ്റ് ആയി എന്നുള്ള ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ലൈൻ അവൾ ഉദ്ദേശിക്കുന്നത് തലയുടെ മുകളിലുള്ള ലൈൻ മാത്രമല്ല, റിലേഷൻ എന്ന ഒരു രീതിയിലും കൂടിയാണ്. പക്ഷെ അവൾ അവിടെ നിൽക്കുമ്പോഴേക്കും ആ സന്തോഷമെല്ലാം നശിക്കുന്ന രീതിയിൽ അടുത്ത നിമിഷം വലിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ അപകടത്തിൽ പെട്ടുകിടക്കുന്ന യുവിനെയാണ് കാണുന്നത്. അവൻ അവൾക്കുള്ള ഫുഡ് മേടിച്ചുകൊണ്ട് വരുന്ന ടീം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സ്ഥലത്തിന്റെ അടിയിലൂടെയാണ് നടന്നു വന്നത്. ആ ടീം മുകളിൽ നിന്ന് കമ്പി നേരെ താഴേക്ക് അവന്റെ ശരീരം തുളച്ചു കയറുന്ന രീതിയിൽ വന്നു വീണ് അവൻ അവിടെ വളരെ കൊടൂരമായി മരണപ്പെട്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് അവൾ ആകെ തകർന്നു പോകുന്നു. അവളുടെ കൂടെ അവൻ ഉണ്ടായിരുന്നത് കൊണ്ടാകാം അവൻ മരിച്ചതെന്ന ഭയങ്കര കുറ്റബോധം അവൾക്കുണ്ടാവുന്നു. കാരണം അവൾ കാരണം അമ്മ അച്ഛനെ കുത്തിക്കൊന്നു, പിന്നീട് അമ്മയും ജീവനോടെ ഉണ്ടോ എന്ന് പോലും അവൾക്ക് അറിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. പിന്നീട് അവള് ആരുമായിട്ട് അങ്ങനെ ഒരു കൂട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ കൂട്ടുകൂടിയ പയ്യനും അത് റിലേഷൻഷിപ്പിൽ ഇപ്പൊ ആയ ഉടനെ തന്നെ അവനും ഇങ്ങനെ മരിച്ചിരിക്കുന്നു. ആകെ തകരുന്ന അവൾ വേഗം തന്നെ ഹാനിനെ വിളിക്കുന്നുണ്ട് ഹെൽപ്പിനായി. അങ്ങനെ ഹാൻ എത്തുമ്പോഴേക്കും മറ്റൊരു കാര്യം കൂടി, യുവും ഷിന്നും പിന്നെ ഒരു പെൺകുട്ടിയും കൂടിയല്ലേ ഇപ്പൊ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നത്. ആ പെൺകുട്ടിയുടെ പേര് ജിൻ എന്നാണ്. ജിന്നെ ഇവരുടെ ക്ലാസ് റൂമിൽ കെട്ടിയിട്ടിരിക്കുന്ന രീതിയിൽ ഒരു ഫോട്ടോ ആരോ ഷിന്നിനെ അയച്ചിരിക്കുന്നു. അത് കണ്ട് വേഗം ഹാനിനെയും കൂട്ടി സ്കൂളിന്റെ അവിടേക്ക് ജിന്നിനെ ഹെൽപ്പ് ചെയ്യാനായി ഷിൻ പോകാൻ ഇരിക്കുമ്പോഴേക്കും നിന്റെ ക്ലാസ് ടീച്ചറാണ് ഇതിനൊക്കെ പിന്നില്, പുള്ളിക്കാരി ഏതോ രീതിയിൽ ഈ നടക്കുന്ന കാര്യങ്ങളുമായി സംബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഹാൻ ഷിന്നിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ സ്കൂളിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനേ പോകുന്ന ടീം ഇവർ രണ്ട് വഴിയിൽ സ്പ്ലിറ്റ് ആയി പോവാണ്. ഷിൻ നേരെ എത്തുന്നത് ക്ലാസ് റൂമിലാണ്. ആ പെൺകുട്ടിയെ കെട്ടിയിട്ടിരിക്കുന്ന നിലയിൽ കണ്ട് വേഗം തന്നെ കെട്ടൊക്കെ കഴിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാനായി ഷിൻ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഹാൻ എവിടെ പോയിന്ന് കാണുന്നില്ല. ഹാനെ വിളിച്ചൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഹാൻ കേൾക്കുന്നതായി ഒരു റെസ്പോൺസും ഇല്ല. ഹാനെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് എങ്ങനെയും പുറത്തു കിടക്കാന്ന് പറഞ്ഞ് ജിന്നുമായി ഷിൻ പുറത്തേക്ക് കടക്കാനേ ഒരുങ്ങുമ്പോഴേക്കും ഹാൻ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഹാനും ഇവരെ കാണുന്നില്ല. ഇവർ പറയുന്നൊന്നും ഹാനും കേൾക്കാൻ കഴിയുന്നില്ല. രണ്ടുപേരും ഒരേ ഇടങ്ങളിലാണ് ഉള്ളതെങ്കിലും രണ്ടിടങ്ങളിലുള്ള കണക്കാണ് ഇപ്പോൾ ഫീൽ ആവുന്നത്. അങ്ങനെ ഇവിടുന്ന് പുറത്തു കിടക്കാനായി ഷിന്നും ജിന്നും നോക്കുമ്പോൾ അവർ എത്ര സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക്
വരാൻ നോക്കിയാലും അവർ അതേ ഫ്ലോറിൽ തന്നെ ഒരു ലൂപ്പിൽ പെട്ടിരിക്കുകയാണ് എന്ന രീതിക്ക് അവർക്ക് ഫീൽ ആവുന്നു. എന്ത് ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഒന്ന് പേടിച്ച് വേഗം റൂഫ് ടോപ്പിന്റെ അങ്ങോട്ടേക്ക് അവർ ഓടി ചെല്ലുന്നുണ്ട്. ഇതേ ടീം തന്നെ ഇവരെ അന്വേഷിച്ച് നടക്കുന്ന ഹാൻ ആകട്ടെ ഇരുട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോ വന്നു പെട്ടിരിക്കുന്നത്. അവിടെ എത്തിയവന് താൻ വേറെ ഒരു ലോകത്ത് വന്നു പെട്ടതാണോ അതോ തന്റെ ഇല്യൂഷൻ ആണോ ഈ കാര്യങ്ങളെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒന്നും മനസ്സിലാവാതെ വളരെ കൺഫ്യൂസ്ഡ് ആയി നിർത്തുന്ന രീതിയിൽ ചില കാര്യങ്ങളാണ് അവിടെ കാണാനായി സാധിക്കുന്നത്. അവിടെ വെളുത്ത വസ്ത്രം ധരിച്ച കുറച്ചു പേരെ ഹാൻ കാണുന്നുണ്ട്. ഏതാണ്ട് ഭ്രമത്തിൽപ്പെട്ട് നിൽക്കുന്ന കണക്കാണ് അവനിപ്പോ തോന്നുന്നത്. ആ കൂട്ടത്തിൽ നമ്മൾ കാണുന്നത് ഈ ലാസ്റ്റ് ആയിട്ട് ലീ കണ്ണട കൊടുത്ത ഒരു ലേഡി ഉണ്ടല്ലോ, ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ലേഡിയുടെ വീഡിയോ ലീക്ക് ആയതിനെ തുടർന്ന് അവർ മരിക്കാനായി തീരുമാനിച്ചപ്പോ അവരെ മരിക്കാതെ ജീവിക്കണം എന്ന് പറഞ്ഞ് കണ്ണട കൊടുത്ത് അവരെ കളിയാക്കിയവരുടെ ആ ഒരു രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോയ സീൻ നമ്മൾ കണ്ടിരുന്നില്ലേ? ആ ലേഡിയാണ് ഇപ്പോ സംസാരിക്കുന്നത്. ഞാനും മരിക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇത് കിട്ടിയ ശേഷം എന്റെ ലൈഫ് മാറി മറിഞ്ഞു എന്ന് അവർ പറയുന്ന ടീമാണ് നമ്മൾ ആ ഒരു സീനൊക്കെ കാണുന്നത്. ലീ ഈ ഒരു കണ്ണട ആ ലേഡിക്ക് കൊടുത്ത ശേഷം അവർ ആ കണ്ണട ഇട്ട് ബാക്കിയുള്ളവരുടെ തലയ്ക്ക് മുകളിലെ റെഡ് ലൈൻ കണ്ടു തുടങ്ങിയ ശേഷം വീണ്ടും ലീയും ഇവരും കണ്ടുമുട്ടുന്നു. നിനക്കിപ്പോ എന്ത് തോന്നുന്നു? നീ മറ്റുള്ളവരുടെ തലയിൽ കാണുന്ന ആ ഒരു ലൈനില്ലേ, അത് ഈ കണ്ണട വെച്ച ശേഷമാണ് നിനക്ക് കാണാൻ സാധിക്കുന്നതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഈ കണ്ണട ഇല്ലാതെ അത് കാണാൻ സാധിക്കും. അങ്ങനെ നിന്റെ തലയുടെ മുകളിലെ ഈ ലൈൻസ് ബാക്കിയുള്ളവര് കണ്ണട ഇല്ലാതെ കാണും. തുടർന്ന് അവർ ഇതിന്റെ പേരിൽ നിന്നെ കുത്തി നോക്കും. അതുകൊണ്ട് നിന്റെ തലയ്ക്ക് മുകളിലുള്ള ഈ ഒരു ലൈൻ ഇല്ലാണ്ടാക്കണമെങ്കിൽ നീ ഈ ലൈൻസ് ആരൊക്കെയായിട്ടുള്ള ബന്ധം കൊണ്ടാണോ നിനക്ക് ഉണ്ടായത് അവരുടെ ഒക്കെ കഥ കഴിക്കണം. അതേ ഉള്ളൂ ഒരു വഴിയെന്നല്ല. അല്ലെ ആ ലേഡിയുടെ മനസ്സ് മാറ്റുന്നുണ്ട്. അവരെ ഒരു കൊലപാതകി ആക്കാനായിട്ടുള്ള എല്ലാ മോട്ടിവേഷനും നൽകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും നമുക്ക് ഷിന്നിനെയും ജിന്നിനെയും കാണാം. ഷിന്നാട്ടിയും ജിന്നിനോട് എനിക്ക് എന്ത് പറയണമെന്നറിയില്ല, പക്ഷെ എനിക്ക് വലിയൊരു രഹസ്യമുണ്ട്. കുട്ടിക്കാലം മുതലേ ഞാൻ എന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന രഹസ്യം എന്ന് പറഞ്ഞ് ആ ഒരു റെഡ് ലൈൻ കാണാൻ സാധിക്കുന്നതിനെ പറ്റി പറയാൻ തുടങ്ങുമ്പോഴേക്കും ഷിൻ നീ എന്തിനെ പറ്റിയാ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു. ഷിന്നിനെ നോക്കുന്ന ടീമാണ്. അവളുടെ മുഖത്ത് ആ കണ്ണട ഇരിക്കുന്ന കാര്യം ഷിൻ കാണുന്നത്. അവൾ ആകെ ഞെട്ടിപ്പോന്നു. നിനക്ക് ഈ കണ്ണട ആര് തന്നു എന്ന് ഷിൻ ചോദിക്കുമ്പോഴേക്കും എനിക്ക് തന്നത് ആരും ആയിക്കോട്ടെ, പക്ഷെ നീ മരിച്ചു കഴിഞ്ഞാൽ ഈ റെഡ് ലൈൻ കാണുക എന്ന ഒരു കാര്യം ഇല്ലാണ്ടാവുമെന്ന് പറയുന്ന കേട്ടല്ലോ, സത്യമാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് ഷിൻ ചോദിക്കുന്ന ടീം നമ്മുടെ ടീച്ചറായ ലീ തന്നെയാണെന്ന് ഷിൻ പറയുമ്പോൾ ഷിൻ ആകെ ഞെട്ടുന്നുണ്ട്. അപ്പോ ആ ടീച്ചർ ഒരു സാധാരണക്കാരിയല്ല. ഹാൻ പറഞ്ഞ കണക്ക് അവർക്ക് ഇതൊക്കെ എന്തോ വലിയ ബന്ധമുണ്ടെന്ന് തന്നെ ഷിന്നിന് തോന്നുന്നു. ഇതേ ടീം ഹാൻ നിൽക്കുന്നിടത്ത് ആ ആളുകൾക്ക് പുറമെ, അതായത് അവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ ലീ കണ്ണട കൊടുത്ത് മറ്റുള്ളവരെ കൊല്ലാനായി പ്രേരിപ്പിച്ച മനസ്സ് മാറ്റിയെടുത്ത ആളുകളാണ്. അവർക്ക് പുറമെ അവിടെ ലീയെയും ഇപ്പോ ഹാനിന് കാണാം. മുന്നേ ഹാൻ ലീയെ കണ്ടപ്പോ ഒരു റെഡ് ലൈൻ പോലും ലീയുടെ തലയുടെ മുകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഹാനിനുള്ളതിനേക്കാൾ ഒരുപാട് റെഡ് ലൈനുമായി നിൽക്കുന്ന ലീയാണ് ഹാൻ അവിടെ കാണുന്നത്. കൂടാതെ ലീ ആ സമയം മുമ്പിൽ കിടക്കുന്ന ഒരു തുണി മാറ്റുമ്പോഴേക്കും അതിനകത്ത് ഉണ്ടായിരുന്നത് ഹാനിന്റെ അച്ഛനാണ്. അത് കണ്ട് ഹാൻ എന്തിവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ ഓടി ചെല്ലുമ്പോഴേക്കും അങ്ങനെ ഉപദ്രവിച്ച ഇയാളെ കൊന്നു കളയാനായി ഒരു കത്തി ഹാന്റെ കൈ കൊടുത്ത് ലീ ഹാനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എങ്കിൽ മാത്രമേ കങ്ങിനെ കളങ്കപ്പെടുത്തുന്ന ആ ഒരു തലയ്ക്ക് മുകളിലെ റെഡ് ലൈൻ മാറുകയുള്ളൂ. കാരണം അത് ഉണ്ടായത് ഇയാൾ കാരണമാണല്ലോ, അപ്പോൾ ഇയാൾ മരിച്ചാൽ അത് മാറുള്ളൂ എന്ന് പറഞ്ഞ് ഹാനെ ലീ ഭയങ്കരമായി ബ്രെയിൻ വാഷ് ചെയ്യുന്നു. പക്ഷെ ഹാൻ അത് കേട്ട് അച്ഛനെ കൊല്ലാൻ നിൽക്കാതെ ലീയെ തിരിച്ചാക്രമിക്കാൻ നോക്കുമ്പോഴേക്കും ലീ വളരെ പവർഫുൾ ആണ്. ഹാനെ ചവിട്ടി കൂട്ടി എറിയുന്നുണ്ട്. അതിനുശേഷം ലീ തന്നെ ഹാനിന്റെ അച്ഛന്റെ കഥ കഴിക്കുന്നു. ഇത് കണ്ട് ഹാൻ വേഗം കയ്യിലുള്ള തോക്കെടുത്ത് ലീക്ക് നേരെ വെടിയുതിർക്കുന്നുണ്ടെങ്കിലും വെടിയുണ്ട ഒന്നും തന്നെ ലീയെ മുറിവേൽപ്പിക്കുന്നില്ല. സാധാരണ മനുഷ്യരെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ലീ അവിടെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവളൊരു സാധാരണ മനുഷ്യ സ്ത്രീ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ടീം കങ്ങിന് അപകടം പറ്റാൻ കാരണം ലീ ആണെന്ന് ഹാന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ലീയും ഹാനും തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടാണ്. അപ്പോഴേക്കും ഇവിടെ ഷിന്നിനെ കൊല്ലാനായി നോക്കിയ ജിന്നിന്റെ മുഖത്തിരുന്ന ആ ഒരു കണ്ണട അവൾ തട്ടി താഴെ ഇടുകയും ചവിട്ടി പൊട്ടിക്കുകയും ചെയ്യുന്നു. ആ ഒരു കണ്ണട പൊട്ടിയ ശേഷമാണ് അത്രയും നേരം ലീയുടെ ഇൻഫ്ലുവൻസിൽ ഷിന്നിനെ കൊല്ലാനായി ഒരുങ്ങിയ ജിന്നിന് സ്വബോധം വരുന്നത്. എന്തിവിടെ നടക്കുന്നത്, നമ്മളിത് എവിടെയാണെന്നില്ല അവളൊന്നും മനസ്സിലാവാതെ ചോദിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും മുന്നേ ജിന്ന് ഉപദ്രവിക്കാൻ നോക്കിയതില്ല. ഷിന്നിന്റെ മുഖത്ത് പരിക്കേറ്റിരുന്നു. അതിൽ നിന്ന് പൊടിയുന്ന ചോര അത് താഴേക്ക് വീഴാതെ മുകളിലേക്ക് എങ്ങോട്ടോ പൊങ്ങി പോകുന്നത് കണ്ട് ഷിൻ നോക്കുമ്പോഴേക്കും അവളും ആ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ആ എസ് ലൈനിന്റെ ലോകത്തേക്ക് ചെന്നപ്പെടുകയാണ്. അതായത് ഹാനുള്ള അതേ സ്ഥലത്തേക്ക്. ഹാനും ഷിന്നും ഒക്കെ ഇപ്പോ ഈ സ്കൂൾ ബിൽഡിംഗിൽ തന്നെ ഒരേ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും അവർ രണ്ട് ലോകങ്ങളിൽ പെട്ട കണക്കായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അങ്ങനെ ഹാൻ ഉള്ളിടത്തേക്ക് ഷിൻ വരുമ്പോൾ ലീ ഹാൻ ഉപദ്രവിക്കുന്ന കാഴ്ചയാണ് ഷിൻ കാണുന്നത്. ഷിന്നിന് ജന്മന റെഡ് ലൈൻ കാണാൻ സാധിക്കും. പക്ഷെ ബാക്കിയുള്ളവർക്ക് ലീ കൊടുത്ത് ഈ കണ്ണട വെക്കുമ്പോൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ലീ ഈ എസ് ലൈൻ ലോകത്തിലെ ഒരു ശക്തിയാണ്. അതുകൊണ്ട് കണ്ണട കൊടുത്ത് ബാക്കിയുള്ളവരുടെ ആ ഒരു സിറ്റുവേഷനെ ചൂഷണം ചെയ്ത് അവരെയും ഈ ലോകത്തേക്ക് എത്തിക്കുകയാണ് ലീ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ എത്തുന്ന ഷിൻ എന്തിനൊക്കെ ചെയ്യുന്നതെന്ന് ലീയോട് ചോദിക്കുമ്പോഴേക്കും നീ ജന്മന ഈ എസ് ലൈൻ കാണാൻ സാധിക്കുന്ന ഒരാളല്ലേ, അത് ഒരു ശാപമായിട്ടല്ലേ നീ കാണുന്നത്? അങ്ങനെയല്ല, നീയാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവള്, നീ ഈ ലോകത്തേക്ക് വരേണ്ടവളാണെന്നല്ല ലീ പറയുമ്പോഴേക്കും അല്ല, ഇതെനിക്കൊരു ശാപം തന്നെയാണ്. ഇതുമൂലമാണ് എനിക്ക് എന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ടത്, ഇതുമൂലമാണ് ഞാൻ സ്നേഹിച്ച ആളെ എനിക്ക് നഷ്ടപ്പെട്ടതെന്നല്ല ഷിൻ വളരെ സങ്കടപ്പെടുന്നു. ഇതിലുള്ള ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ജന്മന എസ് ലൈൻ കാണാൻ സാധിക്കുന്ന ഷിൻ മരണപ്പെട്ടാൽ ബാക്കിയുള്ളവർക്ക് ഇപ്പോ കണ്ണട വെച്ചാൽ മാത്രം കാണാൻ സാധിക്കും. അതും ആ പ്രത്യേക കണ്ണട വെച്ചാൽ മാത്രം കാണാൻ സാധിക്കുന്ന എസ് ലൈൻ ആ കണ്ണട വെക്കാതെ തന്നെ കാണാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും ഈ നോർമൽ ലൈഫ് വിട്ട് എസ് ലൈനിന്റെ ലോകത്തേക്ക് എത്തും എന്ന ഒരു രീതിക്കാണ് ലീ അവിടെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീയുടെ ഉദ്ദേശം ഷിന്നിനെ കൊല്ലുക എന്നതാണ്. എന്തായാലും ഷിൻ വന്നപ്പോഴേക്കും ഹാനെ ലീ തൂക്കി എറിഞ്ഞതിൽ അവന്റെ ബോധം പോയിരുന്നല്ലോ. ഈ ടീം ഷിന്നിന് അവിടെ അവളുടെ അമ്മയെ കാണാൻ സാധിക്കുന്നുണ്ട്. അമ്മയെ വർഷങ്ങൾക്ക് ശേഷം അവൾ കണ്ടിട്ടേ ഇല്ല. അതായത് അച്ഛനെ കൊന്ന് അമ്മ നാട് വിട്ടു പോയെന്നാണ് അവൾക്ക് അറിയാം. അമ്മ എവിടെയാണുള്ളതെന്ന് പോലും അവൾ ഇത്രയും വർഷം അറിഞ്ഞിട്ടേ ഇല്ല. ഇപ്പൊ അമ്മയെ കാണുമ്പോൾ അവൾ ആകെ ഞെട്ടുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഷിൻ വരച്ച ഒരു പടം കണ്ടിട്ടായിരുന്നില്ല
ഉണ്ടായിരുന്നില്ല തന്റെ സഹോദരിക്കും ഹസ്ബൻഡിനും ഇടയിലുള്ള ബന്ധം മനസ്സിലാക്കി ആ അമ്മ ഹസ്ബൻഡിനെ കൊന്നത്. മറിച്ച് ഈ ലീ ആ അമ്മയുടെ കയ്യിലും ഈ ഒരു കണ്ണട നൽകിയിരുന്നു. അങ്ങനെയാണ് അമ്മ അവർക്കിടയിലെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുകയും ഹസ്ബൻഡിനെ കൊല്ലുകയും ചെയ്തത്. ഈ കണ്ണട ഉപയോഗിച്ച് ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ പിന്നീട് തീർച്ചയായും ഈ ലീയുടെ പിടിയിലാകുമല്ലോ. അങ്ങനെ അവരുടെ കൂടെയായിരുന്നു ഇത്രയും നാൾ ഈ അമ്മ ഉണ്ടായിരുന്നത്. അത് മനസ്സിലാക്കുന്ന ഷിന്നിന് നീ കുറ്റബോധത്തിൽ ജീവിക്കേണ്ട, നീ കാരണമല്ല നമ്മുടെ കുടുംബം തകർന്നു എന്ന് പറഞ്ഞ് അമ്മ ആശ്വസിപ്പിക്കുമ്പോഴേക്കും ലീ അവരുടെ കഥ കഴിക്കുന്നു. ഇത് കണ്ട് ഷിൻ ലീയുമായി ഏറ്റുമുട്ടാൻ പോകുമ്പോഴേക്കും ലീ ഷിന്നിനെ ആക്രമിക്കുകയും അവളെ ശരീരത്തിലെ ആ മുഴുവൻ എസ്ലൈന്റെ പവറും വലിച്ചെടുത്ത് താഴേക്കിടുകയും ചെയ്യുന്നു. അങ്ങനെ ഷിന്നിൽ നിന്ന് ഇപ്പൊ എടുത്തിരിക്കുന്ന ആ പവർ ലോകത്തെ എല്ലാ മനുഷ്യരിലേക്കും എത്തുന്ന രീതിയിൽ ലീ കാര്യങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. അതോടുകൂടി എല്ലാ മനുഷ്യർക്കും ഒരു കണ്ണടയില്ലാതെ തന്നെ മറ്റുള്ളവരുടെ ഈ എസ്ലൈൻ രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അപ്പോഴേക്കും ഷിൻ ഈ എസ്ലൈൻ എന്നത് ആളുകളെ പരസ്പരം തമ്മിൽ അടുപ്പിക്കാനും പരസ്പരം കൊല്ലാനും പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു രഹസ്യം മനസ്സിലാക്കുന്ന ആ ഒരു അവസ്ഥ മറ്റുള്ളവരെ തമ്മിൽ അടുപ്പിക്കുകയുള്ളൂ, പരസ്പരം കൊല്ലിക്കുകയുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ലീയെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് ലീ ഷിന്നിനെ നേരെ ആക്രോശിക്കുമ്പോൾ വെറുതെ വിടാതെ അവൾ ലീയെ ഉപദ്രവിക്കുകയും ലീ അവിടെ മരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവിടെ നടക്കുന്ന ആ കോലാഹലത്തിന്റെ ശബ്ദം കേട്ട് ബോധം പോയിട്ടുണ്ടായിരുന്ന ഹാൻ കണ്ണു തുറക്കുന്നു. അവൻ എണ്ണിക്കുമ്പോഴേക്കും മുഖത്തുണ്ടായിരുന്ന കണ്ണട താഴെ വീണ് എസ്ലൈൻ ലോകത്ത് നിന്ന് സാധാരണ ലോകത്തേക്ക് ഹാൻ എത്തുകയാണ്. ആ സമയത്ത് ഹാൻ അവിടെ വീണ്ടും ആ എസ്ലൈന്റെ കണ്ണട കാണാൻ സാധിക്കുന്നുണ്ട്. അത് എടുക്കാൻ പോകുമ്പോഴേക്കും അത് റൂഫ് ടോപ്പിന്റെ അവിടെ നിന്ന് താഴെ വീഴുന്നു. അപ്പോഴും ഹാൻ അത് വേണമെന്നുണ്ട്. പക്ഷെ അത് എടുക്കാൻ പോയി വീഴാൻ പോകുന്ന ഹാനെ ഷിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. എന്തായാലും അതോടുകൂടി ലീ വിചാരിച്ച കണക്ക് തന്നെ എല്ലാവർക്കും ഇപ്പോ എസ്ലൈൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഹാന്റെ തലയുടെ മുകളിലെ എസ്ലൈൻ ഒക്കെ കണ്ട് ആളുകൾ ഞെട്ടുന്നുണ്ട്. പരസ്പരം എല്ലാവർക്കും അങ്ങനെ ആരൊക്കെ എത്ര പേരുമായി റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ജസ്റ്റ് ഒരു റിലേഷൻഷിപ്പ് അല്ല, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പാണ് ഈ എസ്ലൈനെ സൂചിപ്പിക്കുന്നത്. തുടർന്ന് ആളുകൾ മറ്റുള്ളവരുടെ ഇത്തരം രഹസ്യം മനസ്സിലാക്കി തന്നെ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളായിട്ടുണ്ട്. ഹാനിപ്പോ താൻ തന്റെ അനന്തരവളെ കെയർ ചെയ്യാഞ്ഞത് എത്ര തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കി അവളെ വളരെയധികം കെയർ ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഏതാണ്ട് 1 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണല്ലോ നമ്മളിപ്പോ കാണുന്നത്. അപ്പോഴേക്കും യുവിന്റെ കല്ലറയുടെ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഷിന്നിനെ നമുക്ക് കാണാം. അവൾക്ക് അവനെ ഒരുപാട് ഇഷ്ടമായിരുന്നെങ്കിലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലല്ലോ. പക്ഷെ ആ സമയം അവളുടെ പേര് ആരോ വിളിക്കുന്ന കണക്ക് തോന്നുന്നു. നോക്കുമ്പോൾ ആരുമില്ല. പക്ഷെ വീണ്ടും വീണ്ടും അങ്ങനെ തോന്നൽ വന്ന് ആരെന്നെ വിളിക്കുന്നു എന്നവൾ നോക്കുന്ന ടീമാണ് അവിടെ അപ്രതീക്ഷിതമായി ലീയെ കാണുന്നത്. ലീയെ കണ്ട് ഷിൻ ആകെ ഞെട്ടുന്നു. കാരണം ലീ കാരണമാണ് ഇപ്പൊ എല്ലാവർക്കും എസ്ലൈൻ കണ്ണട വെക്കാതെ തന്നെ കാണാനായി സാധിക്കുന്നത്. ലീയുടെ കഥ കഴിച്ചു എന്നാണ് ഷിൻ കരുതിയതെങ്കിലും അങ്ങനെയല്ലാന്ന് ഇപ്പോ ലീ ഇവിടെ നിൽക്കുന്നത് കണ്ട് ഷിന് മനസ്സിലാവുന്നു. പക്ഷെ മരിച്ച ലീ എങ്ങനെ തിരിച്ചു വന്നെന്നോ ശേഷം ഇനി എന്ത് സംഭവിക്കുന്നോ അറിയില്ല. ഇത്തരം ഒരു രീതിക്കാണ് ഈ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതായത് കഥയുടെ തുടക്കത്തില് ഷിന്നിന് മാത്രം കണ്ണട വെക്കാതെ മറ്റുള്ളവരുടെ രഹസ്യം കാണാൻ സാധിച്ചിരുന്നത്, കണ്ണട കിട്ടുന്ന ചുരുക്കം ചില ആളുകൾക്ക് മാത്രം കണ്ണട വെച്ചത് കാണാൻ സാധിച്ചിരുന്നത് എന്നൊരു രീതിയിൽ നിന്ന് ഇപ്പൊ എല്ലാവർക്കും എല്ലാവരുടെയും രഹസ്യം മനസ്സിലാവുന്ന രീതിയിലേക്ക് പരസ്പരം ആളുകൾ ആ രഹസ്യം മനസ്സിലാക്കി പാര വെക്കുന്നിടത്തും ഉപദ്രവിക്കുന്നിടത്തും ഇങ്ങനെ ആ ഒരു രീതിക്ക് അല്ലെങ്കിൽ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് ജീവിക്കുന്ന ആ ഒരു രീതിക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇതിനൊരു സീസൺ 2 ഉണ്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്തായാലും സീസൺ 1 ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ.